നിങ്ങൾക്ക് എന്താ ഇന്നലെ നടന്ന പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറേ പേർക്ക് പലർക്കും പ്രശ്നം അറിയത്തില്ല എന്താ സംഭവിച്ചത്. 1 2 3 4 5 നിഷാമൂടി വരാനുള്ളൂ. ഓക്കെ, ഇവിടെ നടന്ന പ്രശ്നം എന്താണെന്ന് ചിലപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും മൈക്ക് ഓഫ് ആയിക്കോ, ഞാൻ പറയാം. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഞാൻ തരാം എന്താണ് ഇവിടെ ഇന്നലെ സംഭവിച്ചതെന്നുള്ളത് മൊത്തത്തില്. എടാ ഇവനെ ആൽവിൻ ഒന്ന് മൈക്ക് ഓഫ് ആക്കോ. അതെ, അല്ല നീ എന്തെങ്കിലും പറയുവാണെങ്കിൽ മൈക്ക് കുറച്ചുകൂടി അടുത്ത് വിളിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പം ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചു തന്നു, ഓർക്കുന്നുണ്ടോ? ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനല്. നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ട്. കോഡിംഗ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ യൂഷ്വലി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യൂല യൂഷ്വലി. ഓക്കെ, അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൊള്ളയാണ്, സ്റ്റുഡൻസിനെ പറ്റിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഉപയോഗിച്ചാൽ തന്നെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ കൊള്ള പൈസ മേടിച്ച് ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്നത്, അമ്മമാർക്കൊക്കെ എന്തിനു വട്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും തന്നെയും ഒരുമാതിരി ഇതാക്കുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഈ പറയുന്ന ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി. അപ്പം ഞാനും അതിനകത്ത് മെമ്പർ ആയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അതിനകത്ത് മെമ്പർ ആയത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്താ പറയുക, ആ യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യം ഉണ്ടാവും, അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ജോയിൻ ആയിരിക്കുന്നത്. പക്ഷെ ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാൾ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു. നമ്മുടെ ഒരു വെബിനാർ ഉണ്ടല്ലോ, ഈ വൈഫൈയുടെ വെബിനാർ കഴിഞ്ഞ നിരഞ്ജൻ കാണിച്ചു തന്നെ, ഈ വെബിനാറിന്റെ ഒരു പോസ്റ്റർ എന്താണ്ട് അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് അവർ പിടിച്ച് അലക്കാൻ തുടങ്ങി. അതിനെ പിടിച്ച് അലക്കാൻ തുടങ്ങി, ആ മെമ്പറിനെ പിടിച്ച് അലക്കാൻ തുടങ്ങി. പിന്നെ പോയി ഇത് കംപ്ലീറ്റ് നമ്മുടെ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമി എന്നാണെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം തൂത്ത് വാരാൻ തുടങ്ങി നമ്മുടെ ആൾക്കാരെ. അതായത് നമ്മുടെ കംപ്ലീറ്റ് ഡിഫൻസ്. ഒന്നാമത്തായിരുന്നു നമ്മുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കശപശ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതല്ലാതെ തന്നെ ബാക്കി എല്ലാം ഭയങ്കര മോശമായിട്ടാണ് നമ്മളെപ്പറ്റി ഇന്നലെ ആ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാള് നമ്മുടെ ചില മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തതൊക്കെ വലിയ പ്രശ്നങ്ങളായി ലാസ്റ്റ്. ഓക്കെ, അത് പിന്നെ നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് വാക്കൗട്ട് ആയി പോയി ഇന്നലെ. ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതാരാന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തുണ്ടാവില്ല. അങ്ങനത്തെ നമുക്കൊരു സ്റ്റുഡൻറ്റ്, പുള്ളി നമ്മുടെ വോയിസ് കോളുകൾ, അതായത് പുള്ളീനെ വിളിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ കോളെല്ലാം റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലിട്ടു, അവരുടെ ഹാക്ക് ഫയൽസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു മാതിരി നമ്മളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇന്നലെ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകാർ. ഓക്കെ, അതായത് നമ്മളിവിടെ ഏതോ വലിയ കൊള്ളയാണ് നടത്തുന്നത്, ഭയങ്കര സംഭവമാണെന്നൊക്കെ ഭയങ്കര മോശമായിട്ട് നമ്മളെ പറ്റി ഇന്നലെ അവിടെ സംസാരിച്ചത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവന്മാർ ആക്റ്റീവായി തുടങ്ങി. അതുവരെ വേണ്ടെന്ന് വിചാരിച്ച മിണ്ടാതിരുന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് ഈ തലയിൽ കയറി നിരങ്ങുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഇവന്മാർ നന്നായിട്ട് അങ്ങ് തിരിച്ച് പറയാൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവന്മാരുടെ ഗ്രൂപ്പ് ഇന്ന് വൈകുന്നേരം വരെയും അവന്മാരുടെ ഗ്രൂപ്പ് ബ്ലോക്ക് ആയിരുന്നു. ആക്റ്റീവ് അല്ലായിരുന്നു, നമുക്കാർക്കും മെസ്സേജ് അയക്കാൻ പറ്റില്ലായിരുന്നു. അഡ്മിൻ എന്നിട്ട് നമ്മൾ അഡ്മിനോട് സംസാരിച്ചു, ഇതിന്റെ സീരിയസ്നെസ് ഒക്കെ പറഞ്ഞു, കേസ് ആകും എന്നെല്ലാം പറഞ്ഞ് പുള്ളിനെ മനസ്സിലാക്കിയപ്പോഴാണ് പുള്ളി ആ ഒരു കാര്യം ചെയ്ത് ഗ്രൂപ്പിൽ. കാരണം അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചറോ റൂൾസോ ഒന്നുമില്ല. ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തോന്നുന്ന പോലെ എന്ത് തുടങ്ങാൻ പറ്റുമൊന്നുമില്ല. അതിനൊരു സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. ഇങ്ങനത്തെ ഒരു റൂൾസ് ഇല്ല, ഒന്നുമില്ലാതെ അവർ അതുപോലെ ആണ് ഇന്നലെ അവിടെ സംസാരിച്ചത്. ഈവൻ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു മെമ്പർ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, അവനെ പോലും അത്ര മോശമായിട്ട് ഹരാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണം അവന്റെ സ്വന്തം പേര് കേസ് കൊടുക്കാം. കാരണം ഒരു പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഹരാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വന്തം പേര് കേസ് കൊടുക്കാം. അതല്ലാതെ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കെതിരെയാണ് അവർ ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, അതുപോലെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുക, ഡിഫ്ലമേഷൻ, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഇവന്മാരൊന്നും ചിന്തിക്കാതെ അങ്ങ് അടിച്ച് വിട്ടേക്കുമായിരുന്നു ഇന്നലെ. ലാസ്റ്റ് നമ്മൾ അഡ്മിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അഡ്മിൻ പെട്ടത് പിന്നെ ഇരുന്ന് ഇങ്ങനെ തിരിയുക, അയ്യോ ഞാനിതൊന്നും അറിഞ്ഞില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ എങ്ങനെ ചെയ്തേക്കാന്നും പറഞ്ഞ് പെട്ടെന്ന് ഗ്രൂപ്പിലെ പെർമിഷൻസ് എല്ലാം മാറ്റി. പിന്നെ എന്ത് ചെയ്തു, പെട്ടെന്നൊരു സെറ്റ് ഓഫ് റൂൾസ് ഒക്കെ ChatGPT ഒക്കെ അടിച്ചിറക്കിയിട്ടെങ്ങാണ്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വരെയും അങ്ങനെയായിരുന്നു. ഇന്ന് വൈകുന്നേരം അവർ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് വലിയ പ്രശ്നമായി. ലാസ്റ്റ് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവന്മാർ ഈ കിടന്ന് കളിക്കുന്നത് നിങ്ങളൊക്കെ ആരൊക്കെ അതിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇത് കാര്യമാക്കണ്ട, അത് അധികം നീണ്ടൊന്നും പോകില്ല. കാരണം നമ്മൾ ഇതിന് വ്യക്തമായ രീതിയിൽ സൈബർ സെല്ലിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇത് അവന്മാർ തൂക്കിക്കോളും. ഓക്കെ, പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്,
ഇതിന്റെ ഒരു ചില അതായത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു മെമ്പർ നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നിരുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ഒരുത്തൻ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കോളൊക്കെ റെക്കോർഡ് ചെയ്ത പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്തു. വീഡിയോ കോൾ അല്ല, വോയിസ് കോളുകൾ. ഇതിന്റെയൊക്കെ ഒഫൻസ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പനിഷ്മെന്റ് എന്താണെന്ന് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെയാണ് ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നത്. ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ കൈ നിൽക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ് എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാം, ഞാൻ തുടക്കത്തൊട്ടേ നിങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യത്തിലും. ഇപ്പോൾ ഈവൻ ദോ നിരഞ്ജനാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒക്കെ പറയാറുണ്ട് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മോശമായിട്ട് ഉപയോഗിക്കുന്നത് പണി പിന്നാലെ വരുമെന്ന്. എന്നിട്ടും ഇതറിയാതെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റിയില്ല. പുള്ളിയെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പുള്ളി നമ്മളെന്തോ പുള്ളിനെ ഉപദ്രവിച്ച പോലെയൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളിക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഇത് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അംഗീകരിക്കാനും നമ്മൾ റെഡിയാണ്. ഇതൊന്നുമില്ലാതെ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിറ്റി ചെന്ന് ഒരു വ്യക്തമായ ഒരു തെളിവോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാരണമോ ഇല്ലാതെ നമ്മളെ ഹറാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു അവസ്ഥ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ടീമാണ്, നമ്മളൊരു ചെറിയ ടീമാണ്, നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ട് ഒരുത്തൻ ഒരു പേര് പറഞ്ഞതിന്റെ പേരിൽ അങ്ങ് തുടങ്ങി ഹറാസ് ചെയ്യാം നമ്മളെ അങ്ങോട്ട് എന്താ പറയുക, ദയാവധം എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, അങ്ങ് വധിച്ചു കളയാണ് അവന്മാര്. ഇതില് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ആവുന്നൊന്നുമില്ലല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യാതെ നിങ്ങൾ ഇതൊന്ന് നോക്കണേ. അവന്മാർക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അവന്മാർ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവന്മാർക്കെതിരെയുള്ള കേസ് ഫയലിന്റെ ഒരു PDF ആണിത്. ഇതിനകത്തുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കണം. 1 2 4 5 7 8 10 11 സെക്ഷൻ വെച്ച അവന്മാർക്ക് കേസ് അവന്മാർക്കെതിരെ ഫയൽ ചെയ്തിരിക്കുന്നത്. അവന്മാർ വെറുതെ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കേസ് ഫയലുകളും ഈ ഒരു സെക്ഷൻസും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കോ ഒരു മണ്ടത്തരം പറ്റി. പക്ഷെ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നിൽക്കൂല ഇങ്ങനെ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ ചെന്ന് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാവർക്കും പരിഗണന കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സൈബർ ക്രൈമിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആർക്ക് വേണേലും ആരെയും പിടിച്ച കേസിൽ പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഞാൻ തുടക്കം തൊട്ടേ നിങ്ങൾക്ക് വാൾ തന്നിട്ടുള്ള കാര്യമാണ്. ഇതെന്താ നിഷാൻ ക്ലാസ്സിൽ കയറാത്തയാവോ? ഓക്കെ, സൈബർ ക്രൈമിൽ ഒരിക്കലും ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന സംഭവമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾക്കൊരു വാണിംഗ് പോലെ തന്നാണ്. കാരണം ഇന്നത്തെ ഒരു മൊത്തം പ്രശ്നം മൂലം എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഇതുവരെയും പ്രോപ്പറായിട്ടൊരു അവയർനെസ് വന്നിട്ടില്ല എന്നാണ്. നിങ്ങൾ ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്തിക്കൽ ഹാക്കിംഗ് ആണ്. ഓക്കെ, വൺസ് അഗൈൻ റിമെമ്പർ, നിങ്ങളിവിടെ എത്തിക്കൽ ഹാക്കിംഗ് ആണ് പഠിക്കുന്നത്. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ട്, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ നമ്മൾ എപ്പോഴും എഗ്രിമെന്റ് ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കാണിച്ചാലും ഡിഫൻസോ ഉത്തരവാദി ആയിരിക്കില്ല, നിങ്ങൾ സ്വന്തം ലൈഫ് വെച്ചായിരിക്കും കളിക്കുക. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന എത്തിക്കൽ ഹാക്കിംഗ് ആണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു തന്നെ. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? ആരെങ്കിലും ഒരാൾ പറ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ തിയറി ഒക്കെ പഠിച്ചതല്ലേ. എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്? നിങ്ങൾ നിങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞത് എന്താ എത്തിക്കൽ ഹാക്കിംഗ്? ലീഗലായിട്ട് എന്താണ് ലീഗൽ ഹാക്കിംഗ്? ഓക്കെ, ലീഗൽ ഹാക്കിംഗ് ആണ്. എന്താണ് എത്തിക്കൽ ഹാക്കേഴ്സ് ചെയ്യുന്നത്? ഡാറ്റ സംരക്ഷിക്കുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡാറ്റ സംരക്ഷിക്കുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഡാറ്റ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ എക്സ്പോസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഡാറ്റ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, എക്സ്പോസ് ചെയ്യുക എന്നുള്ളതല്ല. ഒരു എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്നത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്ന ഒരേ സാധനമാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ്. ഞാൻ പഠിക്കുന്ന സ്കില്ല് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ മോശമായിട്ട് ഉപയോഗിച്ചാൽ ഞാൻ ബ്ലാക്ക് ഹാറ്റ് ഹാക്കറാവും, ഞാൻ നന്നായിട്ട് യൂസ് ചെയ്താൽ ഞാൻ നല്ല ഹാക്കറാവും. ഓക്കെ, അതുപോലെ തന്നെ ഒരു എത്തിക്കൽ ഹാക്കറിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്കില്ല് ഇവിടെ ആർക്കെങ്കിലും ഇനി അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മൾ പഠിക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ബഗ് ബൗണ്ടി പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ സഹായിക്കാൻ നിൽക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ പേഴ്സണൽ റിവെഞ്ച്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവന്മാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഒന്നും അല്ല നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് പഠിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വേറെ വഴികളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്. സ്വന്തമായിട്ട് പഠിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആവണമെങ്കിൽ അതിൻ്റെതായ എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞാൽ ബാക്കി തന്നെ എത്തിക്സ് വേണം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ്, ഒരു കാര്യത്തിനോട് എത്തിക്സ് ഉണ്ടാകും, നീതി പുലർത്താൻ പറ്റണം.
നമുക്ക് നമ്മുടേതായ സൊസൈറ്റിയുടേതായ സിസ്റ്റത്തിൻ്റെതായ അല്ലെങ്കിൽ നിയമത്തിൻ്റെതായ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സിന് എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പഠിക്കുന്നതിനോട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനോട് ഒരു എത്തിക്സ് വേണം. അവിടെയാണ് എത്തിക്കൽ ഹാക്കർ എന്ന് പറയുന്നത് സംഭവം ഇരിക്കുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബഗ് ബൗണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മറ്റുള്ളവരൊരാളെ സഹായിക്കാൻ, അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ച് തീർക്കാനൊന്നും ഈ സാധനം ഉപയോഗിക്കരുത്. കരിയർ പോകും. ഓക്കെ, കരിയർ ഇല്ലാണ്ടാക്കി കളയും. ഈ എന്തെങ്കിലുമൊക്കെ സൈബർ ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കരിയർ ഇല്ലാണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കോമ്പൻസേഷൻ മേടിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? അതായത് ഇപ്പം നമ്മളൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഈ ഇമാതിരി അപരാധം സോറി ഇമാതിരി ഇല്ലായ്മകൾ നമുക്കെതിരെ ഒരു കമ്പനിക്കെതിരെ അടിച്ചിറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പോയി, നമ്മുടെ സ്റ്റുഡൻസ് പോയി, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്കുള്ളതുകൊണ്ട് അടിച്ചു കൊടുക്കാൻ പറ്റും അവന്മാരുടെ കയ്യിൽ കോമ്പൻസേഷൻ. താങ്ങാൻ പറ്റൂല അവന്മാരെ കൊണ്ട് അത് പിന്നീട്, കേട്ടോ. അതായത് അത്രയും പേരുടെ മുമ്പിൽ നമ്മളെ ഹറാസ് ചെയ്യുന്ന ഇതൊന്നും കയ്യിൽ നിൽക്കൂല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല്. മാര് എവിടെ നിർത്തിയിട്ടില്ല, അവന്മാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, അത് വിഷയമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് ഡിഫൻസോക്കെതിരെ വന്ന ഒരു കാര്യത്തിന് വേണ്ടി അല്ല ഞാൻ പറയുന്നത്. ലൈഫിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചേക്കരുത്. ഒരു അക്കാഡമിക്കെതിരെയോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെയോ നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ചേക്കരുത്. കൂടെ നിൽക്കും എന്നൊക്കെ എല്ലാവരും പറയും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുത്തനും കൂടെ നിൽക്കൂല. ഓർത്തോ? കാരണം വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ സൈബർ ക്രൈമിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഒറിജിനൽ ക്രൈമിനെ നിന്ന് സൈബർ ക്രൈമിൽ ഒരു വ്യത്യസ്തമാക്കുന്ന ഒരു സാധനം എന്താണെന്ന് അറിയാം? കൂട്ടുപ്രതികളൊന്നുമില്ല, ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണ് പ്രതി. അങ്ങനെ ഒരു കാര്യമുണ്ട് സൈബർ ക്രൈമിന്. അവിടെ കൂട്ടുപ്രതികളൊന്നുമില്ല. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരൻ, അവനും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും കുറ്റക്കാരൻ. അല്ലാതെ അവിടെ എന്നെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അവനാണ് എനിക്ക് മാർഗം കണ്ടെത്തിയത് ഒന്നുമില്ല. നീയാണോ ചെയ്തത്, നീയാണ് കുറ്റവാളി. കാരണം തെളിവ് മുഴുവൻ കിടക്കുന്നത് നിന്റെ സിസ്റ്റത്തിലാണ്. IP അഡ്രസ്സ് നിന്റെയാണ്, മാക് അഡ്രസ്സ് നിന്റെയാണ്, ഇവിടെ പരിപാടി നടത്തിയിരിക്കുന്നത് നീയാണ്. നീ മാത്രമായിരിക്കും പിന്നെ കുറ്റക്കാരൻ. ബാക്കിയുള്ളവർക്ക് സുഖമായിട്ട് കൈ ഒഴിഞ്ഞു പോകാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ഗേൾ ഫ്രണ്ടിന്റെ ഇൻസ്റ്റ ID ഹാക്ക് ചെയ്യാൻ പറഞ്ഞ ഒരുത്തം വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഗേൾ ഫ്രണ്ട് ID ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒരുത്തം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീയാണ് ചെയ്തു കൊടുത്തത്. ആ നീ അകത്തോളൂ, അല്ലാതെ അവൻ കാമുകനോ അവനൊന്നും അകത്ത് പോകൂല. ഓക്കെ, ഈ സാധനമൊക്കെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ട്. അതായത് പിടിച്ചാൽ നമ്മളെ മാത്രമേ പിടിക്കുകയുള്ളൂ, വേറെ ഒരുത്തിനെയും പിടിക്കാൻ ആരും ഉണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. വേറൊരു വലിയൊരു കാര്യം പറയാം. ഞാൻ ഈ ക്ലാസ്സിൽ നെഗറ്റീവ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഒരുതാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നും. പക്ഷേ ഇന്ന് അത് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്നതല്ല. ഞാൻ ഒപ്പം നെഗറ്റീവ് അടിച്ചായിട്ട് പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ താനെ മനസ്സിലായിക്കോളൂ. എപ്പോഴും ഇത് നിങ്ങൾക്ക് വാണിംഗ് തന്നിട്ടില്ലേ? ഇന്ന് പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് അടിക്കുന്നതല്ല, ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും മനസ്സിലായിട്ടുണ്ട് ആ സത്യാവസ്ഥ എന്താണെന്ന്. ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നിരുന്നതല്ല, ഓരോ കാര്യവും നിങ്ങൾക്ക് വാണിംഗ് തന്ന. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. എല്ലാ കാര്യവും വ്യക്തമായിട്ട് നിങ്ങൾക്ക് റൂൾസ് പറഞ്ഞു തന്നുകൊണ്ടാണ് ഓരോ. ഇപ്പം ഫിഷിങ് പഠിപ്പിക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞിട്ടുള്ളത് അറ്റാക്കേഴ്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, അറ്റാക്കേഴ്സ് ഇങ്ങനെയാണെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതൊക്കെ സൂക്ഷിച്ചും കണ്ട് ചെയ്യേണ്ട സാധനമാണ്. ഒന്ന് വള്ളിയോ പുള്ളിയോ തെറ്റിയ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ, കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ റിവെഞ്ച് അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും ദേഷ്യം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് വാണിംഗ് തന്ന സാധനം ഇത് എന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഓക്കെ അല്ലേ? അടുത്തൊരു കാര്യം, എന്തായാലും നിരഞ്ജൻ വന്ന സ്ഥിതിക്ക് നിരഞ്ജൻ അതിനെപ്പറ്റി കുറച്ച് നേരം എന്തെങ്കിലും പറയാനുണ്ടോ? നിരഞ്ജൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാനാ? ഇല്ല വീണ്ടും ഹാക്ക് പ്ലസിൽ കുറച്ച് അച്ഛയില്ലാത്തമാര് തുടങ്ങിയിട്ടുണ്ട്. അതങ്ങ് നടക്കട്ടെ. ഞാൻ മിണ്ടാത്തൊരു കാര്യം, അതെല്ലാം നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അവസാനം കേസ്, ഓൾറെഡി കേസ് നടക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏതൊരു കോഴ്സ് എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് 50% ഓഫ് ഞാൻ നിങ്ങൾക്ക് തരും. അത് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഇനാഗ്രേഷൻ, നമ്മുടെ കമ്പനി ഫസ്റ്റ് ഓപ്ഷൻ ഇനാഗ്രേഷൻ വരെ ഇത്ര 7 സ്റ്റുഡൻസിനെ വെച്ച് നടത്താൻ വേണ്ടിയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. സോ അങ്ങനെ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നതല്ല. കാരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് R&D ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് ടൂളൊക്കെ ഡെവലപ്പ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ആക്സസിബിലിറ്റി കിട്ടും. നിങ്ങൾക്ക് അതുപോലെ തന്നെ IoT ഹാക്കിംഗ് ടൂൾസ് മാത്രമല്ല, റോബോട്ടിക്സ് ഇഷ്ടമുള്ള സ്റ്റുഡൻസ് ചിലപ്പോൾ ഇതിനകത്ത് കാണും. അവർക്കും വേണമെങ്കിൽ അവിടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. കാരണം ഇതിനുള്ള നിങ്ങൾക്കൊരു ഫിംഗർ ഫേസ് പോലത്തെ സ്ഥലമൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. സോ ഇതൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യമല്ല ഇന്നലെ നടന്നത്. സോ
എനിവേ എന്തായാലും ഞാൻ കാര്യം പറയാം, നിങ്ങൾ മാക്സിമം പഠിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ മറ്റേ അവിടെ നടക്കുന്ന നെഗറ്റീവ് സൈഡിന്റെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. അത് നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടില്ല എന്ന് അടിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ആരെങ്കിലും അവിടെ ഇപ്പൊ ഹാക്കിൽസിലുള്ളവന്മാർ ആരെങ്കിലും വന്ന് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ അവിടുത്തെ സ്റ്റുഡന്റ് അല്ലേ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ ഒരു റിപ്ലൈ കൊടുക്കണ്ട. അത് ഞാൻ നോക്കിക്കോളാം പറഞ്ഞ റിപ്ലൈ ഇട്ടിട്ട് അങ്ങ് കളയാം. ഓക്കെ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഹാക്കിൽസ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. പിന്നെ ഡിഫൻസിനെ പറ്റി നമ്മൾ ഇന്നലെ വരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ കാരണം ഇന്നലെ വരെ വള്ളിയില്ല. കാരണം ഇപ്പം നമ്മളെ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം ആരും അങ്ങോട്ട് മെസ്സേജ് ഇടാൻ പാടില്ല. അപ്പൊ തന്നെ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഇറങ്ങി. കാരണം എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങി. എനിക്ക് വയ്യ, അത് അങ്ങനെ. ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, പക്ഷെ ഞാൻ ഇറങ്ങി. ഇനിയിപ്പോ എനിക്ക് താല്പര്യമില്ല, കാരണം അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഈ കോൾ ഇഷ്യൂ. അതുപോലെ തന്നെ ഒരുത്തം വന്ന് നമ്മൾ അതിനകത്തുള്ള ഏതൊരുത്തനെ പറഞ്ഞപ്പോ ഒരുത്തൻ നിങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഹാക്കേഴ്സിനകത്ത് തുടർന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് ലെഫ്റ്റ് ആണ്. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡിഫൻസ് പറ്റി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് ഒരു മനസ്സ് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിങ്ങളെ പഠിപ്പിച്ച് അതെല്ലാം സെറ്റ് ആയി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് നമ്മൾ പോകും. അത് അത്ര നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ല, നിങ്ങൾക്ക് കറക്റ്റായി ചെയ്യും. ഇന്ന് തന്നെ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ് തന്നെയായിരുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ? ഇല്ലടാ, ഇന്ന് വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അതുകൊണ്ട് പഠിപ്പിച്ച് നടക്കാൻ ചാൻസ് ഇല്ല. വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. മെറ്റാസ്പ്ലോയിറ്റ് കാളിയിൽ ഇൻഡെക്സും പകുതി പേർക്കും വർക്ക് ആവുന്നില്ല. സോറി. പിന്നെ നമ്മളിവിടെ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ ഇനി ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കുമോ? എല്ലാവരും ഞാൻ ചോദിക്കണേ, ഈ 7 പേര് നമ്മളെ കൂടെ നിൽക്കുമോ? നിഷാം നിൽക്കുമോ? ഞാൻ നിൽക്കും. എല്ലാരും നിൽക്കും. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് നിങ്ങളെ ഒരു റിവ്യൂ വേണം. അത് അലം പറഞ്ഞോളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് കോൾ അലം പറഞ്ഞത്. ഓക്കെ. എടാ, ഇതില് ഇപ്പൊ ഒരു വിറ്റ് നടന്നിട്ടുണ്ട്. ഹാക്ക് ഫയൽസിൽ ഗ്രൂപ്പിൽ ഒരുത്തരിട്ടൊരു മെസ്സേജ് ആണ്. അതായത് ഒരാളുടെ ID മിണ്ടാതിരുന്നത്, ഞാൻ എന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്നലെ ഭയങ്കര വേറൊരു അവസ്ഥയിലായിരുന്നു. എനിക്കൊന്ന് വേറൊരു വള്ളിയെടുത്ത് തലയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഇപ്പൊ എനിക്ക് ഗ്രൂപ്പ് ഇപ്പൊ അടക്കം പറയുന്നുണ്ട്, ഇവന്മാർ ഇട്ട് കളിയാക്കാണ്, ഇത് വലിയ ഹാക്കിംഗ് ആണ്, ട്രൂ കോളർ ആണ് ഇവന്മാരുടെ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. ആദ്യമുള്ള സോഴ്സസിനെ യൂസ് ചെയ്യാനല്ലേ ഏതൊരു മനുഷ്യനും നോക്കും. അല്ലെങ്കിൽ ട്രൂ കോളറെ കിട്ടുമ്പോൾ, അതായത് ഇപ്പൊ മുറ്റത്ത് മാവുള്ളപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് അങ്ങ് ചന്ത വരെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങുമോ? അല്ലെങ്കിൽ വീട്ടിൽ പട്ടിയുള്ളപ്പോൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസിനായി വീട്ടിൽ കൊണ്ടുവരാൻ പറയുമോ? ഇല്ല. നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ട്, അല്ല നമ്മുടെ കൈനുള്ളിൽ ഒരു സാധനം ഉള്ളപ്പോൾ നമ്മൾ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റാത്തവനാണ് നമ്മൾ ശരിക്കും മണ്ടൻ എന്ന് പറയേണ്ടത്. അല്ല, ട്രൂ കോളറിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ ട്രൂ കോളറിൽ കിട്ടേണ്ട സാധനം തപ്പാൻ വേണ്ടി നമ്മൾ 1.5 മണിക്കൂർ ടെർമിനലിൽ അടിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഹൈ പേയിങ് ടൂൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്? ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ട്രൂ കോളർ കിട്ടുന്ന സാധനമാണ്. അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അവിടെയാണ് ഒരു ഹാക്കറുടെ യഥാർത്ഥ സ്കില്ല്. അല്ലാതെ ഇരുന്ന് പണിയെടുക്കലല്ല. സ്മാർട്ടായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏതൊരു ഹാക്കർ ചെയ്യുന്നത്. അത് ഒരു ചിന്തിക്കാനുള്ള കഴിവില്ല, അത് പോട്ടെ. ഇവിടെ ഓക്കെ, ഈ ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹാക്ക് ഫയൽസുകാർ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഹാക്ക് ഫയൽസ് എന്ന കമ്മ്യൂണിറ്റിനെ ഞാൻ കുറ്റം പറഞ്ഞു. ഞാൻ ഈ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? സ്കിൽസ് വളർത്താൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിരഞ്ജൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അവിടെയുള്ള ഇൻഡിവിജ്വൽ ചില മെമ്പേഴ്സിനെ പറ്റി മാത്രമാണ്. ഇപ്പൊ പോലും ആ കമ്മ്യൂണിറ്റി എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ കമ്മ്യൂണിറ്റിയിലെ അഡ്മിൻ അടക്കം ഇപ്പൊ പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ട് പോലും അത് കീപ്പ് ചെയ്യാനുള്ള മര്യാദ പോലും പുലർത്താൻ പറ്റാത്തത് അത്രയ്ക്ക് നിലവാരം താഴ്ന്ന ഇതായോണ്ടല്ലേ. ആ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. എടാ, പിന്നെ ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഇവിടെ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമിയിൽ നിങ്ങളിപ്പോൾ 6 സ്റ്റുഡൻസ് ഉണ്ട്. 6 പേരിൽ ഒരാളെ സ്കാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നിങ്ങളെ സ്കാം ചെയ്താണ് പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് നിങ്ങളെ പറ്റിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ ആരെങ്കിലും നിങ്ങളിവിടെ സ്കാം ചെയ്തിട്ടുണ്ടോ? പറ്റിച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അതായത് നിങ്ങളെ ക്ലാസ് കയറ്റുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ വെബിനാറിന്റെ ദിവസം തന്നെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സാധനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്ന സാധനം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എസ്പെഷ്യലി ജൂനിയർ എത്തിക്കൽ ഹാക്കർ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ
സുഖമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റുന്ന സെയിം സാധനം സെയിം കണ്ടന്റുകളും കാര്യങ്ങളും ഞാനിവിടെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക്. അത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കാം. ഈവൻ നിങ്ങൾ ആ മറ്റേ പ്രോട്ടോടൈപ്പിന്റെ ക്ലാസ് കണ്ടാൽ പോലും ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്ന സാധനം തന്നെയാണ്. ഈവൻ തോ ഞാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല കാര്യവും പ്രോട്ടോടൈപ്പിന്റെ ക്ലാസ്സിൽ നിന്ന് എടുത്തതും മറ്റു ചാനലുകളിൽ നിന്ന് കണ്ടിട്ട് തന്നെ ഞാനും നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അല്ലാതെ ഇതൊന്നും ഞാൻ ആകാശത്ത് നിന്ന് പറിച്ചെടുക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഹാക്ക് ഫയൽസിലുള്ളവന്മാർക്ക് ഉത്തരം കിട്ടാത്ത ഏതോ വലിയൊരു ചോദ്യമാണ്. എന്തിനാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേരുന്നത്? എല്ലാവർക്കും ഒരു കമ്പ്യൂട്ടറും പിടിച്ചുകൊണ്ടിരുന്നിട്ട് സ്വന്തം റൂമിലിരുന്ന് അടങ്ങിയിരുന്ന് പഠിക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചിലർക്ക് ആ സ്കില്ലുണ്ടാവും. എന്ത്? ഒറ്റയ്ക്കിരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്കില്ലുള്ളവന്മാരുണ്ടാവും. അപ്പൊ നമ്മുടെ ഡിഫൻസ് ഓയിലുള്ള ബോർഡ് മെമ്പേഴ്സിൽ പോലും ചിലരൊക്കെ അങ്ങനെയാണ്, സ്വന്തമായിട്ട് വളർത്തിയെടുത്ത സ്കില്ലുകളാണ്. ഇപ്പൊ ഈവൻ നമ്മുടെ കാൽവിൻ അല്ലെങ്കിൽ നിരഞ്ജൻ അതുപോലെ തന്നെ ശ്രീറാം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാലിൽ പോയി കിടന്ന് പഠിച്ചെടുത്തവന്മാരല്ല, സ്വന്തം പഠിച്ചെടുത്താണ് ഇവന്മാരൊക്കെ. ഇന്ന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ സിഒഇ ഫൗണ്ടേഴ്സ് ആയിട്ട് ഇവന്മാർ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈബർ ക്രൈം ഏജൻസിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ കാൽവിൻ ഈ പ്രായത്തിൽ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാ. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ ഇവന് കൊണ്ടുവന്ന് കൊടുത്തതല്ല. ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതും. നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലേ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു നിർബന്ധമില്ല. ഇതൊന്നും വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ പറയാം. ഇത്രയും ഓപ്പൺ ക്ലിയർ കട്ട് ആയിട്ട് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻകാർ നിങ്ങളോട് പറയൂല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് പഠിക്കണ്ടെന്ന്. ഞാൻ ആദ്യം തൊട്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വരണമെന്നും ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നും ഒരു നിർബന്ധവും ഇല്ല. ഇത് ചിലർക്ക് മാത്രമേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനൊരു സ്കില്ലുള്ളൂ. എനിക്കൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്കില്ലില്ല. എനിക്കൊരു കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഒരാൾ എന്നെ ഗൈഡ് ചെയ്താൽ മാത്രമേ എനിക്കൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ നിർബന്ധിക്കണം, അല്ലെങ്കിൽ ഒരാൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഹെൽപ്പ് വേണം എന്നുള്ളവരെയാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വെൽക്കം ചെയ്യുന്നത്. അതിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരാളെ വെൽക്കം ചെയ്യുന്നത് അയാൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ വെൽക്കം ചെയ്യുന്നുള്ളൂ. അതായത് പിടിച്ചാരും വലിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിടുന്നൊന്നുമില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും. അവരായിട്ട് വന്ന് കയറുന്നതല്ലേ. ഇനി ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് തരുന്നുണ്ടെന്നുള്ള ഒരു അലിഗേഷൻ നമുക്കെതിരെ വന്നിട്ടുള്ളത് ഇവിടെ വ്യക്തമായിട്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, ഈ ജൂനിയർ എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മൈക്കോണാക്കി റെസ്പോണ്ട് ചെയ്യണം. ഇവിടെ ജൂനിയർ എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരുമെന്ന് ഇവിടെ ഞാനോ അല്ലെങ്കിൽ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമി ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് ജോലി കണ്ടെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഈ സ്കില്ല് പഠിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി സ്കിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ +2 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഒരു കമ്പനി ജോലിക്ക് കയറാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ ചെയ്ത് തരുന്നതല്ല. ഞങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ജൂനിയർ എത്തിക്കൽ ഹാക്കിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന്. ഇല്ലല്ലോ. ഓക്കെ. രണ്ടാമത്തെ കാര്യം സർട്ടിഫിക്കറ്റിന്റെ കാര്യം. ഞങ്ങൾ ഇവിടെ സർട്ടിഫിക്കറ്റ് തരുന്നത് ഒരിക്കലും നിങ്ങളൊരു കമ്പനി കൊണ്ടുപോയി കൊടുത്താലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താലോ ജോലി തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ഇവിടെ തരുന്നത്. 2 മാസത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്നൊരു സ്കില്ല് ഇന്ന കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ തരുന്ന പ്രോമിസ്. ഞങ്ങളൊരു രജിസ്റ്റേർഡ് കമ്പനിയാണല്ലോ, ഞങ്ങൾ ഈ പ്രോമിസ് തരുന്നു ഇവർ ഈ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്. ഓക്കെ. വ്യക്തമായിട്ട് കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റുകളോട് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലെ സർട്ടിഫിക്കറ്റുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കൗൺസിലുകളുണ്ട്. PC കൗൺസിൽ, കോംഷ്യ, അതുപോലെയുള്ള ചില കൗൺസിലുകളുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റുകളെയാണ് ഒരു ജോബിന് സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും റാൻഡം ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ അവരുടെ പേരിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളോ, ഇപ്പൊ ഈവൻ ദോ വലിയ ചില കമ്പനികൾ അവരുടെ ചില സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, കമ്പനിയുടെ പേരൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെ അവർ കൊടുക്കുന്നത് ഇവരിത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സ്കിൽ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രോമിസ് ചെയ്യാണ്. അത് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് പറയാൻ പറ്റുള്ളൂ, അതേ ഉള്ളൂ. അല്ലാതെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിക്കലും ഒരു ജോലി കിട്ടൂല. ഓക്കെ, ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഓക്കെ. അപ്പൊ ഈ പറയുന്ന കൗൺസിലുകൾ, അതായത് കോംഷ്യ, EC കൗൺസിലൊക്കെ സർട്ടിഫിക്കറ്റിനെ വാല്യൂ ഉള്ളൂ. അങ്ങനെയുള്ള കൗൺസിലുകളുടെ സർട്ടിഫിക്കറ്റ്സിനെ വാല്യൂ ഉള്ളൂ. അത് നമ്മളിവിടെ ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങളൊരു കമ്പനി പോയി നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന്. ഇല്ലല്ലോ, ഇല്ല. ഇത്രയും പിന്നെ
ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ് ആണോ ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്നല്ലേ, എനിക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കും ഈ വീഡിയോസ്. ഞാൻ എവിടെയാണ് നിങ്ങളെ പറ്റിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ പറയാം. എന്നെ നമ്മളിവിടെ സ്കാം ചെയ്തിട്ടുള്ളത്. വേറൊരു സാധനം കാണിച്ചു തരാം. എന്റെ സൗണ്ട് സോറി സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ ഒരു സാധനം നോക്കണം. ഞാൻ ഏറ്റവും പ്രീവിയസ് ആയിട്ട് എടുത്ത ഏതോ ഒരു ക്ലാസിന്റെ ഇതാണ് ഞാൻ ഇരുന്ന് തപ്പി കണ്ടുപിടിച്ച. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒട്ടും കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ വീഡിയോ കാണുന്നുണ്ടല്ലോ. അതായത് ബ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ബ്രോട്ടോടൈപ്പ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഞാന് ബ്രോട്ടോടൈപ്പിന്റെ സൈബർ സെക്യൂരിറ്റി ക്ലാസ് ആണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഈ ക്ലാസ് നിങ്ങൾ കൂടി നോക്കി പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തരുന്ന വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പോയി കഴിഞ്ഞാൽ ഹാക്ക് ഫയൽസിന്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കോഡിങ് പഠിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാക്ക് ഫയൽസ് കൂടാൻ പറയുന്ന വീഡിയോയാണ് അത്. റിസോഴ്സുകൾ കിടപ്പുണ്ട്. പിന്നെ വേറെ 2-3 യൂട്യൂബേഴ്സിനെ കാണിക്കുന്നുണ്ടല്ലോ. എടാ പോയത് കിടപ്പുണ്ട്, നമുക്ക് പഠിക്കത്തുള്ളൂ. എവിടെ പോയടാ? ഇവിടെയല്ലേ? ഓക്കെ, ഇവിടെ നോക്ക്. നെറ്റ്വർക്ക് ചെക്കിന്റെ യൂട്യൂബ് ചാനല്, സ്ക്രാച്ച് മലയാളത്തിന്റെ യൂട്യൂബ് ചാനല്, മീര തമ്പോലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈബർ സെക്യൂരിറ്റി ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനല്, അതുപോലെ തന്നെ ഹാക്ക് ഫയൽസിന്റെ യൂട്യൂബ് ചാനല്, പിന്നെ ബ്രോട്ടോടൈപ്പിന്റെ ഫ്രീ സൈബർ സെക്യൂരിറ്റി ക്ലാസ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോ ആണ് ആ കാണുന്നത്. അതായത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകാരും മറ്റു ക്ലാസ്സുകൾ കാണും, നിങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസ് കാണുന്നു, ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ സോഴ്സസ് യൂസ് ചെയ്യുക, നിങ്ങൾ ഇവിടെ പഠിക്കുക. ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ക്ലാസ് ഇരുന്ന് നിങ്ങൾ പഠിച്ച് തീർക്കേണ്ട കാര്യമല്ല ഇത്. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റു യൂട്യൂബേഴ്സിനെ കാണിച്ചു തന്നതും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെന്തിനാ. ഈവൻ തോ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഞങ്ങള് നിങ്ങളെ സ്കാം ചെയ്യാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്ന സാധനം പോലും ഞങ്ങൾ ഇവിടെ പൈസ കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണെന്നാണ് നമുക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുമായിരുന്നു എന്ന്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞുപോയ ക്ലാസ്സുകളാണ്. ഇങ്ങനെ എൻ്റെ ഏത് ക്ലാസ്സും എടുത്ത് നോക്കിക്കോ, വളരെ കൃത്യമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടാണ് ഓരോ സ്റ്റേജിലും ഓരോ കാര്യവും പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മക്കളെ നമ്മളിവിടെ പ്രാക്ടിക്കലൊക്കെ തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും. പ്രാക്ടിക്കൽ അളവ് ഇച്ചിരി കുറവായിരിക്കും. നമ്മൾ തിയറിയാണ് ബേസ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെയല്ലേ നമ്മൾ പോയിരിക്കുന്നത്. ആദ്യം അടിപൊളിയായിട്ട് 3-4 ക്ലാസ്സിൽ തിയറി പഠിപ്പിച്ച് പിന്നെ പ്രാക്ടിക്കൽ ഇപ്പോൾ നമ്മൾ തുടങ്ങി. പ്രാക്ടിക്കലിൽ മാക്സിമം നന്നാക്കി എടുക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയോ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടാണ് എനിക്ക് പ്രാക്ടിക്കലോട്ട് കയറാൻ കുറച്ച് 2-3 സ്റ്റെപ്പായത്. എങ്കിൽ പോലും നമ്മൾ ബാഷ് സ്ക്രിപ്റ്റ് അടക്കം തുടങ്ങിയില്ലേ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. 10-15,000 രൂപയുടെ കോഴ്സ്, 10-15,000 രൂപയുടെ കോഴ്സ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്രയും പൈസയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന സാധനം. ഓക്കെ, ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് യൂട്യൂബിൽ കാണുന്ന സാധനം എന്തിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ പഠിപ്പിക്കുന്നത് മനസ്സിലായല്ലോ. അങ്ങനെ പഠിക്കാൻ സ്കില്ലില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യാനും മറ്റ് ഹെൽപ്പിനും വേണ്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ പഠിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിച്ചു തരാം. ഈ സെയിം സാധനം ഇപ്പോൾ ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിൽ പോലും 20,000 രൂപ 10-15,000 രൂപയ്ക്കാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇത് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് 2000 രൂപ പഠിപ്പിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം.
ഒരിക്കലും ഒരു +2 കഴിഞ്ഞ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സ്റ്റുഡന്റിന് ഇപ്പൊ സൻഷിതാണ് 8ാം ക്ലാസ് 10-25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരൂല. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇത് നഷ്ടമായി പോകും. നിങ്ങളുടെ സമയം നഷ്ടവും നിങ്ങളുടെ പൈസ നഷ്ടവും എല്ലാം നഷ്ടമായി പോകും. ഞങ്ങൾക്ക് വേറെ പല പല കോഴ്സുകളുണ്ട്, ഞങ്ങൾ ഇതാരും നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അപ്പം ജൂനിയർ എത്തിക്കൽ ഹാക്കി നമ്മൾ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് മാത്രമല്ല, നമ്മൾ ഈ 10-20,000 രൂപ വെക്കുമ്പോൾ തന്നെ ഇത് ആഗ്രഹിക്കുന്ന പലർക്കും അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെന്ന പലർക്കും ഇതിനുള്ള അവസരം ഇല്ലാണ്ടായി പോകും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിനോടൊരു അവസരം ഇല്ലാണ്ടായി പോകും ഇത്രയും പൈസ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പം ഞാനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു മിഡിൽ ക്ലാസ് ആണ്. അപ്പം ഞാനൊക്കെ ഇതിനകത്തേക്ക് വരാനിരുന്ന കാലത്ത് എനിക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഒരു അവസരം പോലും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പൊ 1 ഡേ ഡെമോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പലരും വന്നിട്ടുണ്ട്. 1 ഡേ ഡെമോ ക്ലാസ് കൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാകും ഇതെന്താണ്, ഇത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാവുമോ? ആ 1 ഡേ അവർ മാക്സിമം ബെറ്റർ ആയിട്ട് എടുക്കുള്ളൂ, കാരണം പിള്ളേരെ പിടിക്കാൻ വേണ്ടി. അല്ലാതെ 1 ഡേ ഡെമോ ക്ലാസ് കൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ടീം എന്താണ്, ഒരു സൈബർ സെക്യൂരിറ്റി റിയാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ മാക്സിമം നമുക്ക് ഈ 1 മാസം 2 മാസം സമയം വേണം. അപ്പം ഡെയിലി പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്, ഇവർ തുടക്കമുള്ള കൺസിസ്റ്റൻസി ഇവർക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഉണ്ടോ, ഇവരുടെ ടീം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത്യാവശ്യം കുറച്ച് നാൾ നമ്മൾ ടീമിന്റെ ഒപ്പം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പരിചയം, അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊരു എത്രയും താഴ്ന്ന ഒരാൾക്ക് പോലും ഈ ഫീൽഡിൽ വരാൻ താല്പര്യപ്പെടുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് നമ്മളിവിടെ കോഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇനിയിപ്പം നിങ്ങൾക്ക് 2,000 എന്നുള്ളത് നമ്മൾ അടുത്തൊരു ബാച്ച് ആകുമ്പോൾ അത് പൈസ കൂട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, 4,000-ലോട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ശരിയുണ്ട്. അത് അതുപോലെ ഇതിന് റിസ്ക് ഉള്ളത് കൊണ്ടാണ്. ഐ മീൻ റിസ്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതിന് ഇപ്പൊ ഈ നിങ്ങൾ കാണുന്ന പോലെയല്ല, ഈ ഒരു ക്ലാസ് എടുക്കണേ തന്നെ ഇതിനുവേണ്ടി ഞാൻ പണിപെടുന്നതൊക്കെ ചെറുതായിട്ടൊന്നും അല്ല. അതുപോലെ തന്നെ മറ്റാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ 2,000 എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരിയും കൂടി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കേസാണോ, നമ്മുടെ ആദ്യത്തെ സ്റ്റുഡൻസ് നിങ്ങളാണല്ലോ, നിങ്ങളെ പറ്റിച്ചു എന്നാണല്ലോ അവർ പറയുന്നത്. നിങ്ങൾക്ക് 2,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപയ്ക്കാണ് നിങ്ങൾ വേറൊരു ഡൗട്ട് കേൾക്കും, ഈ 1,000 മേടിച്ച 2,000 മേടിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഞങ്ങൾ എന്തെങ്കിലും ഡിഫറൻസ് കാണിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടെന്ന് തൊട്ട് ഞാൻ എപ്പോഴും നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാ വീക്കിലും ഞാൻ നിങ്ങളെ ഓരോരുത്തർക്കും മെസ്സേജ് ഇടാറില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അത് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവാത്തതുണ്ടോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ മാക്സിമം പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാറില്ലേ? ഒരു പ്രശ്നവും ഇതൊന്നും ഒരിക്കലും ഞാൻ ഇത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10,000 രൂപയുടെ 2,000 രൂപയുടെ കോഴ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണ്. അതായത് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഇരുന്ന് പറഞ്ഞു തരിക, നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്ന് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കുക, വീക്കിലി നിങ്ങളുടെ റിവ്യൂ എടുക്കാനൊക്കെ പറഞ്ഞാൽ 10,000-10,000 രൂപയുടെ കോഴ്സിനാണെങ്കിൽ ഓക്കെ, അത് പൈസ മേടിക്കുന്നതല്ലേ എന്ന് വിചാരിക്കാം. 1,000 രൂപയുടെ കോഴ്സിന് നീ പഠിച്ച രീതിയൊന്നും അവരത് പറഞ്ഞു മനസ്സിലാവും എന്തൊക്കെയാണ് നീ അനുഭവിച്ചത്. അതായത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ഞാൻ പറയുന്നില്ല. 10-40,000 രൂപ കൊടുത്ത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് ഡെയിലി ക്ലാസ്സിൽ പോയി ഇരിക്കുന്നതല്ലാതെ എന്താ എന്നെ പഠിപ്പിച്ചതെന്ന് പോലും ചോദിക്കരുത്. എനിക്ക് ബാഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഓർത്ത് കഴിഞ്ഞാൽ എൻ്റെ വായി പലതും വരും. ഒന്നും പഠിപ്പിച്ചിട്ടില്ല. 6 മാസം ഞാൻ പോയി ക്ലാസ്സിൽ ഇരിക്കുന്നു, ഞാൻ വരുന്നു, ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു, ഞാൻ വരുന്നു. ഞാൻ കാല് പിടിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടെ എന്താ നടക്കുന്നത്, പഠിപ്പിക്കാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്പൊ പഠിപ്പിക്കാം, നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങൂലോ, അടുത്ത ആള് വരട്ടെ. വരാത്തവരെ നോക്കിയിരുന്ന് ഞങ്ങൾ വരുന്നവരെ വെറുതെ മണ്ടന്മാരായി പോയി. ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ അവിടെ പഠിച്ചു, എനിക്ക് ഇന്റേൺഷിപ്പ് ഗ്യാരണ്ടി തന്ന സാധനമാണ്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇന്റേൺഷിപ്പ് പോയിട്ട് ഒരു പ്രോപ്പർ ഇന്റർവ്യൂ പോലും കിട്ടിയിട്ടില്ല അവിടെ നിന്ന്. ആ സമയത്ത് പിന്നെ പ്രസന്റേഷൻ്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ നിർബന്ധിക്കണമായിരുന്നു അവിടെ ഒരു പ്രസന്റേഷൻ എടുക്കണം. ഞാൻ എപ്പോഴും എൻ്റെ സാറിനോട്, സാർ പ്രസന്റേഷൻ വെക്ക്, നമുക്ക് അതിനുവേണ്ടിയൊക്കെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണ്ടേ, ഇവിടെ പേടിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്, അവർക്ക് പേടി പോകണമെങ്കിൽ ഇങ്ങനെ പ്രസന്റേഷൻ വെക്കണ്ടേ, നമ്മൾ സൈബർ സെക്യൂരിറ്റി ആൾക്കാരല്ലേ. പിന്നെ ഞാൻ ഓരോരോ സ്കൂളിൽ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന നോക്കി എൻ്റെ മാത്രം എഫേർട്ട് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ചില സാധനങ്ങളാണ്. ഇപ്പം ഈവൻ തോ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയ ആളാണെങ്കിൽ പോലും ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് എന്തെങ്കിലും എനിക്കറിയാമെങ്കിൽ ഒക്കെ ഞാൻ സ്വന്തം ബിൽഡ് ചെയ്തെടുത്ത 10-40,000 രൂപ. അത് 40,000 രൂപ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയത് മാത്രമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നത്. ഹോസ്റ്റൽ ഫീസും മറ്റു ചെലവുകളെല്ലാം കൂടി 1,00,000 സംതിങ് പൈസ എൻ്റെ ചുമ്മാ പോയിട്ടുണ്ട്. ചുമ്മാ പോയത് അത്. കാരണം പഠിച്ചത് ഞാൻ സ്വന്തം, അതെനിക്ക് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പോരായിരുന്നോ? ഞാൻ എന്തിനാണ് അവിടെ പോയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സപ്പോർട്ട് വേണമായിരുന്നു. എനിക്ക് അവിടെ ചെന്നിട്ട് കിട്ടിയോ? ഇല്ല. എന്നാൽ പോലും ഞാൻ അനുഭവിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ ഓഫ്ലൈനിൽ ഒരു റൂമിൽ, അതായത് അത്രയും വലിയ ആൾക്കാരുടെ ഇതിൽ പോയിരുന്നിട്ട് പോലും എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു അംശത്തിൽ ഒന്ന് പോലും ബുദ്ധിമുട്ട് ഓൺലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടോ? മാക്സിമം നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യം ക്ലിയർ ആയി പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ബ്രൗഷറിൽ പോലും ഇല്ലാത്ത സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ബാഷ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മൊഡ്യൂളിലെ ലിസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷെ ഞാനത് എന്തിനാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്? എൻ്റെ സൈബർ സെക്യൂരിറ്റിയിലോട്ട് നിങ്ങൾക്ക് ഒരു എൻട്രൻസ് കിട്ടിക്കോട്ടെ. ബാഷ് സ്ക്രിപ്റ്റ് ഡീപ്പായിട്ടൊന്നും ഞാൻ പഠിപ്പിക്കാതെ ബേസിക്സ് ആയിട്ടൊരു സാധനം കോഡ് ചെയ്യാനൊക്കെ പഠിപ്പിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എൻട്രൻസ് കിട്ടിക്കോട്ടെ. ഇങ്ങനെയും ഒരു സാധനമുണ്ട്, ഇതും ആവശ്യമാണെന്ന് ഇങ്ങനെ
1000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ തരാൻ പറ്റുമോ അതിൻ്റെ ഇരട്ടി നമ്മൾ തരുന്നുണ്ട്. അത് സർവീസ് ആയിട്ടാണെങ്കിലും പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തന്നിട്ടാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഒരു തരത്തിൽ നിങ്ങളെ സ്കാം ചെയ്യാൻ ഞങ്ങൾ നോക്കിയിട്ടുമില്ല. ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യവും വ്യക്തമായ ഉത്തരം നമ്മൾ തന്നിട്ടുമുണ്ട്. ഒരിടത്ത് പോലും നിങ്ങളെ പറ്റിക്കാൻ, അതുപോലെ എല്ലാ കാര്യം കൃത്യമായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങളിത് പഠിക്കുക, ഇത് വലിയ സംഭവമാണ്, നിങ്ങൾ പഠിക്കുക, വെറുതെ എന്തിനും ഇങ്ങനെ ഒരു ചാൻസ് ഇങ്ങനെയൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഈവൻ സൻഷിതിന്റെ കൂടെ ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. അവൻ ആദ്യം നമ്മളോട് ജോയിൻ ചെയ്ത് വേണ്ടിട്ട് ജോയിൻ ചെയ്തില്ല. നമ്മൾ അവനെ പിടിച്ച് നിർബന്ധിച്ചോ നിങ്ങൾ കയറുന്നു പറഞ്ഞു. ഇല്ല, അവന് വേണ്ടെങ്കിൽ അവന് കയറണ്ട. കാരണം ഇത് താല്പര്യമുള്ളവർ വന്നാൽ മതി. അല്ലാതെ നമുക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയല്ല. കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകാർ കുറെ പേരെ സ്കാം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മേലിൽ ഒരു ചീത്തപ്പേര് കിടപ്പുണ്ട്, ആ ചീത്തപ്പേര് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലതല്ലേ സൊസൈറ്റിക്ക് വേണ്ടി. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്ത കുറ്റത്തിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെയും ചീത്തപ്പേരും വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ് കുറെ പേര്. അങ്ങനെ ഒരു സൊസൈറ്റിക്ക് മേലുള്ള ഒരു ചീത്തപ്പേര് ഞങ്ങൾ കുറച്ച് പിള്ളേർ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് വിചാരിച്ചാലെങ്കിലും മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നിങ്ങൾ ഈ കാണുന്ന ഡെയിലി ഞങ്ങൾ നടത്തുന്ന ക്ലാസ്സും പ്രോഗ്രാമുകളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ 1000 രൂപയുടെ കോഴ്സിൽ പലരും പ്രീ റെക്കോർഡഡ് ക്ലാസ് ആണ്. 20,000 രൂപ കൊടുത്താൽ പോലും പ്രീ റെക്കോർഡഡ് ക്ലാസ്സാണ് ഫ്രീ കൊടുക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, അസൈൻമെന്റ്, വീക്കിലി അസൈൻമെന്റും പ്രസന്റേഷനും. എന്തിന്? നിങ്ങൾക്ക് ഇവിടെ സൈബർ സെക്യൂരിറ്റി പഠിപ്പിച്ചു തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാണ് ഞാൻ പ്രസന്റേഷൻ അസൈൻമെന്റും വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ സെർച്ചിങ് സ്കില്ല്, നിങ്ങളുടെ ഇപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ് എന്താ ഒന്ന് പറഞ്ഞ ഒരാള്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസൈൻമെന്റ് എന്താ? നെക്സ്റ്റ് ശനിയാഴ്ച ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന അസൈൻമെന്റ് എന്താ? റെക്കഗ്നൈസൻസ്, അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗിനെ ഒരു കമ്പനീനെ ബാധിക്കാതെ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു അസൈൻമെന്റ് അല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതായത് മാക്സിമം നിങ്ങളുടെ റിസർച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ്, അത് ചുമ്മാ അങ്ങോട്ട് ചെയ്യുന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ച് തന്ന ക്ലാസ് വെച്ച് ഇന്ന സാധനങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഒക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടോ. നിങ്ങൾ ഓരോരോ കമ്പനി വന്നിട്ട് ഇതിനെപ്പറ്റി ആ കമ്പനീനെ ബാധിക്കാതെ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഒന്നും തൊടാതെ പബ്ലിക് അവൈലബിൾ ആയിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു സെർച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. പിന്നെ പ്രസന്റേഷൻ എടുക്കുന്ന ഓരോ വീക്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് ഇതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് തെറ്റിയാൽ കുഴപ്പമില്ല, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ പേടി മാറാൻ, നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം മാറാൻ. ഇതൊക്കെ വലിയ കോഴ്സുകളിൽ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, 10,000-40,000 രൂപ കൊടുത്ത് പഠിച്ച് എനിക്ക് ഈ സാധനം കിട്ടിയിട്ടില്ല, പ്രസന്റേഷൻ ഇതുപോലെ ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ വലിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ കൊടുക്കുന്ന സാധനമാണ്. അതുപോലും ഈ ചെറിയ കോഴ്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ടീമാണ് ഞങ്ങൾ. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ ഈവൻ ദോ ചെറിയ കോഴ്സ് ആണെങ്കിൽ പോലും അത് അത്രയും ക്ലീനും നീറ്റും പ്യൂറും ആയിരിക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. ഇനി പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ തട്ടിക്കൂട്ടിയാണോ നിങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഇന്ന് നിങ്ങൾ മൈക്ക് ഓണാക്കിയ പറ്റി ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് റെസ്പോൺസ് കിട്ടണം. ഞങ്ങൾ ഇവിടെ നിങ്ങളെ തട്ടിക്കൂട്ടിയാണോ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്കാം എന്ന് വിളിക്കുന്നത്? അവര് നമ്മൾ എന്തുകൊണ്ടാണ് സ്കാം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അവരിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്, ഓക്കെ ഇത് ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമി, അത് പുതിയൊരു ഹാക്കേഴ്സ് അക്കാഡമി, എല്ലാവരെയും പോലെ അവരും ഉടായിപ്പ്. ഇത്രേ ഉള്ളൂ. എനിക്ക് 100% ഉറപ്പ്. എന്നാലും അവന്മാരോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ സ്കാം ആണെന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കുന്ന 6 സ്റ്റുഡൻസേ ഉള്ളൂ. 6 സ്റ്റുഡൻസിൽ ഒരുത്തനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഇവിടെ സ്കാം ആണോ എന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പറയാതെ എനിക്ക് ഇന്നലെ അതുപോലെ ഞാൻ വേറൊരു അവസ്ഥയില്ല, എനിക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു എനിക്ക്. അത് മാത്രമല്ല വള്ളി പിടിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. നിങ്ങൾ 6 സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾ 6 പേരിൽ ഒരാൾ എന്നെ തള്ളി പറയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് ഇന്നലെ നിഷാം തെളിയിക്കുകയും ചെയ്തു. കാരണം ഇന്നലെ നിഷാം ഒക്കെ എന്നെ അപ്പം തന്നെ എനിക്ക് പറഞ്ഞ് മെസ്സേജ് ആയിരുന്നു. ഇവർ ഈ പറയുന്ന കാര്യമായിട്ട് സംസാരിച്ചപ്പോൾ നിഷാം എനിക്ക് അയച്ച വോയിസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതായത് എന്താ പറയുക, നിങ്ങളിവിടെ വ്യക്തമായി പറഞ്ഞതാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ നിഷാം പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിടക്കുക. ഞങ്ങൾ ആരും ഇവിടെ തട്ടിക്കൂട്ടി പഠിപ്പിക്കുന്നില്ല, വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാമാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ റിവ്യൂ. നിങ്ങളിപ്പോൾ മൈക്ക് ഓൺ ആക്കിയിട്ടിട്ട് 5 മിനിറ്റ് ഇത്രയും നേരം ഞാൻ നിങ്ങളെ ഈ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചത് നിങ്ങൾ റിവ്യൂ പറയുമ്പോൾ ഓരോ കാര്യം എടുത്തെടുത്ത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ്. നമുക്ക് ഒരേ ഒരു സാധനം ആവശ്യമുള്ളൂ. നിങ്ങളിപ്പോൾ ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് ഒരു റിവ്യൂ പറയണം. ഇത് മൈക്ക് ഓൺ ആക്കിയിട്ട് ഇവർ പറയുന്ന പോലെ അയക്കണോ അതോ വാട്സപ്പിലേക്ക് ഒരു വോയിസ് അയക്കണോ? ഏതായിരിക്കും നല്ലത്? ഇതാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ അത് നമ്മളെ
നമ്മളെ നിങ്ങളെ പഠിപ്പിക്കുന്ന എവിഡൻസ് വേണം നമുക്ക്. കാരണം നിങ്ങൾ വോയിസ് ഇട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം വേറൊരു കംപ്ലൈന്റ് വരും അവന്മാരുടെ സൈഡിൽ നിന്ന്. എന്താ നമ്മളെ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന് പറയും. ലൈവ് പറയാം. അതാ നല്ലത്. വാട്സപ്പ് ആണെങ്കിൽ പറയും. അല്ല, വാട്സപ്പ് ആണെങ്കിൽ പറയും ഇപ്പൊ നമുക്ക് ആരെ കൊണ്ട് വേണേലും ഈ വോയിസ് അയപ്പിക്കാലോ. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിപ്പോ എന്റെ കാര്യം കൂടി കാണിച്ചിട്ട് തന്നെ ഈ തെളിവ് നമ്മൾ സബ്മിറ്റ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങളുടെ ആരുടെ പേരുണ്ടാവില്ല, പേര് നമ്മൾ ബ്ലർ ചെയ്യും കേട്ടോ. അതുകൊണ്ട് പേര് നിങ്ങൾ വരും, നിങ്ങളുടെ വോയിസ് മാത്രം നമുക്ക് ഇവിടെ മതി. നമ്മളിവിടെ സ്കാം ചെയ്യണമെന്നുള്ളവന്മാർക്ക് നമുക്ക് മറുപടി കൊടുത്തേ പറ്റൂ. കാരണം അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളൊരു പരിപാടി കൊണ്ടുവരുമ്പോൾ നമ്മളെ വേരിലെ തുടച്ചു നീക്കാൻ ആരെങ്കിലും വിചാരിച്ചോ, അത് നടക്കുന്ന കാര്യമല്ല. കാരണം എന്തെങ്കിലും കേട്ട ഉടനെ നിക്കർ ഊരി പോകാൻ വേണ്ടിയല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തീർക്കാൻ വേണ്ടിയാണ്. നമ്മൾ തീർത്തിട്ടേ പോവുള്ളൂ. ഓക്കെ, എനിക്ക് വേണ്ടി നിങ്ങൾ 6 പേരും നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഇനി കുറ്റം പറയാനുണ്ടോ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് ഞാൻ നിങ്ങൾക്ക് തുടക്കം തൊട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശം. നിങ്ങൾക്ക് എന്ത് കുറ്റം പറയാനുണ്ടെങ്കിലും പറയാനുള്ള പെർമിഷൻ ഉണ്ട്. നിങ്ങൾക്ക് കുറ്റമാണ് പറയണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറഞ്ഞോ, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ പബ്ലിക് ആക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓണസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ പബ്ലിക് ആക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ നിങ്ങളുടെ പറഞ്ഞു വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് അവസരം തരുമ്പോൾ ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കുറ്റമാണ് പറയാനുള്ളെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു, നമ്മൾ അതും കട്ട് ചെയ്താണ് പബ്ലിക് ആക്കി കൊടുക്കും. കാരണം ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് നാട്ടുകാർ അറിയണമല്ലോ. പക്ഷെ ഉള്ള നെഗറ്റീവ് വേണം പറയാൻ. ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നെഗറ്റീവ് അടിക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ആണെങ്കിൽ പറഞ്ഞു. ഓക്കെ, അപ്പം എനിക്കിവിടെ കാണുന്ന ഓർഡർ അനുസരിച്ച് ഞാൻ പേര് പറയാം. ഫസ്റ്റ് ആൽവിൻ, അത് കഴിഞ്ഞ് സൻഷിദ്, അത് കഴിഞ്ഞ് അനുഗ്രഹ്, അത് കഴിഞ്ഞ് അഫ്നാൻ, അത് കഴിഞ്ഞ് നിഷാം. ഒരുത്തൻ ലെഫ്റ്റ് ആയി പോയല്ലോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇവിടത്തെ ഓണസ്റ്റ് ഇതാണ് പറയേണ്ടത് റിവ്യൂ. പറയടാ, ഞാൻ ഓർഡർ പറഞ്ഞില്ലേ. ആദ്യം ആൽവിൻ പറയണം, പിന്നെ സൻഷിദ് പറയണം, പിന്നെ അനുഗ്രഹം, പിന്നെ അഫ്നാൻ, പിന്നെ നിഷാം. അവരുടെ ഓർഡറിൽ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ ഒന്ന് പറ. എനിക്കിവിടെ സ്കാം നടക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ കോഴ്സിന് ഇതേമാതിരി 2 മാസത്തെ ജൂനിയർ അക്കാഡമിയുടെ കോഴ്സ് ഞാൻ പുറത്ത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിരുന്നു. അവിടെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് 17,000, 20,000, 10,000 അതിന് മീതിയാണ് എൻ്റെ അടുത്ത് റേഞ്ച് റേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോഴാണ് ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വന്ന അലഞ്ചാനെ പരിചയപ്പെടുന്നത്. എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ എനിക്ക് ക്ലാസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലാഭം തോന്നി. പിന്നെ എനിക്ക് സൈറ്റിലെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ലാഗോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് ക്ലാസ്സുകളും വരുന്നുണ്ട്. പിന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം മുടങ്ങിയാൽ പോലും അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അയച്ചു തരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. കൃത്യം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കൃത്യം എല്ലാ ദിവസവും കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? അതിപ്പോ ക്ലാസ്സിൽ ഇപ്പൊ മൊഡ്യൂളില് പറയാത്ത കാര്യങ്ങൾ തന്നെ കുറെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ 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 അതെ. സൻഷിദേ, ഞാനും ഈ ഡിഫൻസിൽ വന്നത് തന്നെ ഹാക്കിംഗ് എന്താണെന്നും ഹാക്കിംഗ് പഠിച്ചതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് ഹാക്കിംഗ് പഠിച്ചു എന്ന് പറഞ്ഞത്. എനിക്കെന്ന് വെച്ചാൽ ഈ സംഭവത്തൊന്നും ഒരു ഇത് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് ഒരു ഐഡിയ കിട്ടി. ഈ സംഭവം നെറ്റ്വർക്ക്, പിന്നെ നമ്മുടെ ഈ ഒരു ഇവിടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന സംഭവങ്ങൾ, പിന്നെ ഹാക്കിങ് ചെയ്ത് ഓരോരുത്തരുടെ അക്കൗണ്ടും കാര്യങ്ങളിലും ഹാക്കിങ് ദുരുപയോഗം ചെയ്യുമല്ലോ. അപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഒക്കെ, അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുന്ന ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരെപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ നമ്മളെ വൈറ്റ് അല്ലെങ്കിൽ ഇതാവാൻ വേണ്ടിയിട്ടേ പറയുള്ളൂ. എന്താ
ഇപ്പോൾ മൊഡ്യൂൾ ഇല്ലാത്ത കാര്യം തന്നെ നമ്മളോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ മേടിക്കുന്ന പൈസക്ക് ഉപകാരമില്ലാത്ത രീതിക്കാണോ ക്ലാസ് എടുക്കുന്നത്? നമ്മൾ അതിനപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ മേടിക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? നമ്മൾ കൊടുത്ത പൈസക്ക് മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാം മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടെല്ലാം എടുത്തു തരുന്നുണ്ട്. അനുഗ്രഹ ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റാ. അപ്പോൾ എനിക്ക് ഈ കോളേജിൽ വന്നിട്ട് സൈബർ സെക്യൂരിറ്റിൻ്റെ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഈ അങ്ങനെയാണ് ഈ ഡിഫൻസ് അക്കാദമീൻ്റെ ഒരിത് വന്നത്. എൻ്റെ അനിയത്തി വഴി അറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിനെ വിളിച്ച് സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 1000 റുപ്യക്ക് 2 മാസത്തെ കോഴ്സ്, 2 മാസത്തെ കോഴ്സിൽ പ്രാക്ടിക്കലും തിയറി. ഞാൻ ഇവിടെ കോളേജിൽ 3 വർഷമായി പഠിക്കുന്നത്. 3 വർഷത്തിൽ എനിക്ക് ഇങ്ങനെ പ്രാക്ടിക്കൽ സെക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ സൈബർ സെക്യൂരിറ്റി എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർന്നത്. ഇനി ഈ 1000 റുപ്യക്ക് ഇത്രയൊന്നും ആരും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും എവിടെയും പഠിപ്പിക്കത്തില്ല. നമ്മൾ നിങ്ങൾ ഏതെങ്കിലും കാര്യം മറച്ചു വെച്ചു, നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോൾ ചെയ്തപ്പോഴോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴോ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടോ, എന്നിട്ട് ഞങ്ങൾ മറച്ചു വെച്ചു, പിന്നെ നിങ്ങൾ ക്ലാസ് കൂടി തുടങ്ങിയപ്പോൾ അയ്യോ ഇവന്മാർ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്ത് 1000 റുപ്യക്ക് ഇത് 2 മാസ കോഴ്സ് പ്രാക്ടിക്കൽ അടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ഡെയിലി ക്ലാസ് ഉണ്ട്, ഡെയിലി ലൈവ് സെക്ഷനാണ്. അപ്പോ എനക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അഫ്നാനെ ഞാനും അങ്ങനെ തന്നെ +2 കഴിഞ്ഞ് ഞാൻ വെറുതെ അങ്ങനെ കോഴ്സ് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നു. അപ്പോഴാണ് ഇതിനെ കുറിച്ച് എനിക്ക് നിശാൻ പറഞ്ഞത്. ഞാൻ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തൊട്ട് ഞാൻ ഡിസൈനിങ് കുറച്ച് പഠിച്ചു വന്നതായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ ചേഞ്ച് ആയത്. അപ്പോ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഇതിലേക്ക് തന്നെ കയറിയതാണ്. ഞാൻ സൈബർ സെക്യൂരിറ്റിന്റെ ഡൊമൈനിൽ മാറി അതിലേക്ക് തന്നെ കയറിയതാണ്. പിന്നെ വെച്ചാല് നല്ല കോഴ്സാണ്, ലൈവ്. അതായത് നമ്മളിപ്പോ ഒരു സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. ഞാൻ അൻസാർ ആദ്യം തന്നെയാണ്. എനിക്ക് അങ്ങനെ കുത്തിന് എന്താ പറയാ, ഒരു റൂം കുത്തിന് പഠിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എനിക്ക് പുറത്ത് പോയിട്ടു അല്ലാണ്ട് എല്ലാത്തിലും ഏർപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ പഠിക്കാനുള്ളൂ. അതിലൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം വേണ്ടിയിട്ടാണ്. അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ സൈബർ സെക്യൂരിറ്റിന്റെ ക്ലാസ്സും പിന്നെ ഇതെല്ലാം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കുന്നു. എല്ലാം ഫ്രീ ടൈമിലാണ്. എനിക്ക് ഇതിനായിട്ട് കംപ്രസ് ചെയ്ത് പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതേ ഉള്ളൂ. നമ്മൾ ഈ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് പഠിപ്പിച്ചിരുന്നത് നമ്മളിവിടെ ജസ്റ്റ് പഠിപ്പിച്ച് വിടുക മാത്രമാണോ ചെയ്യുന്നത്? അത് നമ്മൾ ആക്ടിവിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടോ? അല്ലല്ല, നമുക്ക് എന്താ വെച്ചാല് എനിക്ക് പഠിക്കുന്ന ഉപകാരം വെച്ചാല് ഈ പുറത്തു പോയാൽ കമ്മ്യൂണിക്കേഷനും പിന്നെ ആൾക്കാരോട് എങ്ങനെ പറയണം, പിന്നെ ഇപ്പൊ ഒരു എന്താ എവിടെ പോയാലും ഇതിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഒക്കെ നൽകുന്നതും കാര്യങ്ങളും എല്ലാം. നിങ്ങൾക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളും നടത്തുന്നുണ്ടായി? ഞാൻ ചോദിച്ചത് ഇവിടെ പഠിപ്പീര് മാത്രമല്ലാതെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. ഈ പൈസയ്ക്ക് തന്നെ അഡ്വാൻസ്ഡ് കോഴ്സ് ആണെങ്കിൽ പോട്ടെ, ഈ ഒരു 2000-1000 കോഴ്സിന് തന്നെ നിങ്ങൾക്ക് പഠിപ്പീരല്ലാതെ മറ്റെന്തെങ്കിലും സ്കിൽ ഡെവലപ്മെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നുണ്ടോ? നിഷാം പറയുമ്പോൾ അത് പറഞ്ഞാൽ മതി. അടുത്ത നിഷാം പറ. അല്ല എടാ ജസ്റ്റ് നിഷാം നിഷാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആഷിം പറയണേ. ആഷിന് ഇപ്പോഴാണ് കയറുന്നത്.
ഈ കോഴ്സിന്റെ പേര് ഡിഫൻസ് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് ടീം. ഞാൻ ഈ ജോയിൻ ആവുന്നത് ഈ കമ്മ്യൂണിറ്റി തന്നെയാണ്, ഹാക്കർ ഫയൽസ് തന്നെയാണ്. കുറച്ച് ഡൗട്ട് ചോദിക്കാനായിരുന്നു അലൻ സാറോട് മെസ്സേജ് മൊബൈൽ ക്ലിയർ ചെയ്താണ്. അപ്പോൾ മൊബൈൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറി കുറച്ച് ബേസിക് അറിയാമെന്നാണ്. അപ്പോൾ മുപ്പര് എന്തിനാ കയറുമെന്ന് ചോദിച്ചു. മുപ്പര് എന്തിനാ കയറുന്ന എന്നോട് ചോദിച്ചു. മുപ്പര് കോഴ്സ് എടുത്തിട്ടൊന്നുമില്ല, എന്തിനാ കയറുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതന്നെ സാധാ പൊതുവെയുള്ള അതുപോലെ തന്നെ എനിക്കും ആരും ഒന്ന് പോയി ചെയ്യാനും അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് തന്നിട്ട് എന്തായാലും കമ്പനിയെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു പ്രോട്ടോടൈപ്പിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ സാധനം നോട്ട് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ നമുക്ക് ഈ അസൈൻമെൻറ്റിന് തീർക്കാൻ പറ്റും. അതിന് യൂസുള്ള വെബ്സൈറ്റാണ്. ഇനി ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് ആ അസൈൻമെൻറ്റ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ അസൈൻമെൻറ്റ് എന്നുള്ളതാണ്. പിന്നെ ഇതൊരു 2000 ഇതാണ്. ബട്ട് ഞാൻ എടുത്ത് ഞാൻ 1000 രൂപയ്ക്ക് കൊടുത്തിട്ടാണ്. ഞാൻ അവരോട് പറയാനില്ല. ഞാൻ ജസ്റ്റ് പറയണോ? കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് പിന്നെ ആഷിൻ ഇടയ്ക്ക് നിങ്ങൾക്ക് പോയായിരുന്നു. എടാ ഈ കമ്പനിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഈ കോഴ്സ് ഈ പൈസയ്ക്ക് വാല്യൂബിൾ ആണോ? ഞങ്ങൾ നിന്നെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ പറ്റിച്ചിട്ടാണ് അതിനകത്ത് കയറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്? നിനക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്? ഡിഫൻസിനെ പറ്റിയുള്ള നിന്റെ ഓണസ്റ്റ് റിവ്യൂ എന്താ? നീ ജസ്റ്റ് ഒന്ന് പറയണം. ആഷിനെ പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? നീ പറ. മൈക്ക് ഇച്ചിരി അടുത്ത് പിടിച്ചിട്ട് പറയണേ, ക്ലിയർ ആവുന്നില്ല. എങ്ങനെയാണ് നീ വന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ പൈസയ്ക്ക് ഇത് വാല്യൂബിൾ ആണോ? ഞങ്ങൾ നിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പറ്റിച്ചാണോ ഇതിനകത്ത് കയറ്റിയത്? അല്ലെങ്കിൽ നിനക്കിത് യൂസ്ഫുൾ ആണോ? അങ്ങനെ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഉടായ്പ ചുമ്മാ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിടുവാണോ ചെയ്യുന്നത്? അതോ നിങ്ങൾ ശരിക്കും ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ നിനക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഓണസ്റ്റ് റിവ്യൂ. കുറ്റം പറയാനുണ്ടെങ്കിൽ കുറ്റം പറയാം, നല്ലതാണേ നല്ല പറയാം. നിന്റെ ഓണസ്റ്റ് റിവ്യൂ പറ. മൈക്ക് അടുത്ത് പിടിച്ച് പറയണേ. എടാ ഒന്നും കേൾക്കുന്നില്ലടാ, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്. ഞാൻ അലൻ സാർ വഴിയാണ് കാര്യത്തെക്കുറിച്ച് അറിഞ്ഞത്, എന്നിട്ട് കയറിയത്. പിന്നെ എല്ലാവരെയും കൊണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോ ഇടയ്ക്ക് വെച്ചിട്ട് കയറിയത് കോഴ്സിന്റെ. ഹലോ, അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ലൈക്ക് അത് ഒരു ഇത് പോയില്ലേ? അതിനനുസരിച്ചുള്ള എല്ലാം ബ്രോയ്ക്ക് തരുന്നുണ്ടല്ലോ. ഇത് ബാക്ക് എൻഡ് ക്ലാസ്, ബാക്കിലുള്ള ക്ലാസ്സസ് എല്ലാം ബ്രോയ്ക്ക് എടുത്ത് തരുന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാരും കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു നമുക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ജെന്യൂൻ ഒപ്പീനിയൻ ആണ്. സോ അതുകൊണ്ട് നമ്മള് എന്തെങ്കിലും ഇഷ്യൂ വന്നതിന്, ലൈക്ക് നമ്മളെ സൈഡിൽ നിന്ന് ഇഷ്യൂ വന്നതിന് നമ്മൾ പിള്ളേരെ സ്കാൻ ചെയ്യാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ എവിഡൻസ് കാണിച്ചിട്ട് നമ്മൾ വേറെ സേഫ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രീരാം കയറിയിട്ടുണ്ട്. ബാക്കി ശ്രീരാം തന്നെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നീ ബാക്കി ശ്രീരാം പറയും. ശ്രീരാമേ, ഇവരാണ് നമ്മുടെ സ്റ്റുഡൻസ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ സ്റ്റുഡൻസിന്റെ റിവ്യൂ ശ്രീറാം കേട്ടല്ലോ. ഇതാണ് നമ്മുടെ ഈ പിള്ളേർക്ക്. കാരണം ശ്രീരാം നേരത്തെ ഉണ്ടായിരുന്നു, ഒരു മോണിറ്ററിംഗ് സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ശ്രീരാം അന്ന് കാരണം നിങ്ങളടുത്ത് ചൂടാവുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ നമ്മൾ കളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഫ്രണ്ട്സ് പോലെയാണ് പോകുന്നത്. ലൈക്ക് എന്താ പറയുക, നിങ്ങൾ സ്റ്റുഡൻസ് പോലും അങ്ങനെയല്ല നമ്മൾ കണക്കാക്കുന്നത്. ലൈക്ക് നിങ്ങൾ പുറമെ ആൾക്കാർക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ, പക്ഷെ നമുക്ക് നിങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ്. സോ നമ്മൾ ആ ഒരു വൈബിലാണ് ഇത് നന്നായിട്ട് പഠിപ്പിച്ചു പോകണം, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു ഇത് വിഷയം വന്നപ്പോഴേ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കാണുമോ. പക്ഷെ അത് പറ്റാത്തവരാണ് ലൈക്ക് ഇതിനെ വേണ്ട, ഇത് സ്കാം ആണെന്ന് അവര് ഊഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവരെ തെറ്റിദ്ധാരണ.
ഇവിടെ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ട്യൂട്ടറായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആർക്കും പലർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ട്യൂട്ടർ അല്ല. ഞാൻ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമിയുടെ CTO ആണ്. അതായത് ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉത്തരവാദിത്തം. പക്ഷെ ഞാൻ തന്നെയാണ് ഇവരോട് പറഞ്ഞത് ഞാൻ പഠിപ്പിക്കാം, നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ട്യൂട്ടർ മാത്രമല്ല, എനിക്ക് വേറൊരു പരിപാടി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വേറെയാണ്. ഞാൻ ശരിക്കും കമ്പനിയുടെ വേറൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ട് പോലും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പൺ ആയിട്ട് പേഴ്സണൽ കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്തൊക്കെയല്ലേ നമ്മൾ സംസാരിക്കും. നമ്മൾ ആദ്യം തന്നെ ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ ടീച്ചർമാരൊക്കെ വന്നാലേ പുസ്തകം തുറക്ക് നമുക്ക് ഇന്ന പാഠം പഠിക്കാന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്ലാസ് വരുമ്പോൾ എടാ എങ്ങനെയുണ്ട് കാര്യങ്ങൾ, നിങ്ങൾ അത് സിനിമ കണ്ടോ, നിങ്ങൾ അത് കണ്ടോ, എടാ ഇവിടെ ഇന്ന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, എൻ്റെ കണ്ണാടി ആരോ പൊട്ടിച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യമൊക്കെ സംസാരിച്ച് ഫ്രീ ആയിട്ടൊരു മൈൻഡിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആകെ 2 മണിക്കൂർ ക്ലാസ്, അതിനകത്ത് ബ്രേക്കും തന്ന്, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ചെയ്ത്, ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ക്ലാസ് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങളെ ജസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ടല്ല കാണുന്നത്, നമ്മളൊക്കെ ഒരു ടീം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സോണിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത്രയും നിങ്ങൾക്ക് സ്പേസ് നമ്മൾ തന്നിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് മാത്രമുള്ളതാ ഇങ്ങനെയെന്ന്. നമ്മുടെ എൻറ്റയർ ടീമിനെ അല്ലെങ്കിൽ എൻറ്റയർ കോഴ്സിനെയും ഇനിയുള്ള ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഡെമോയിനെയാണ് ജൂനിയർ എത്തിക്കൽ ഹാക്കർ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഡിഫൻസോ ലൈഫ് ലോങ് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഡെമോ, എല്ലാവർക്കും നാട്ടുകാർക്കും ലോകത്തിന് മുമ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഡെമോ. ഇതാണ് നമ്മുടെ ഡെമോ. അല്ലാതെ വൺ ഡേ ഡെമോ ക്ലാസ് അല്ല. 2 മാസം ഞങ്ങളുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ട് അവർക്ക് ഇതാ പറയാനുള്ളത്, ഇതാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ശ്രീറാം, ഇതാണ് ഞാൻ പഠിപ്പിച്ച എൻ്റെ പിള്ളേർ. എൻ്റെ പിള്ളേരുടെ അഭിപ്രായം ഒക്കെ നീ കേട്ടല്ലോ. അവരെന്താ നമ്മുടെ കോഴ്സിനെ പറ്റി, ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പുറത്തുനിന്ന് ആർക്കെന്തും കുരയ്ക്കാൻ പറ്റും. കാരണം അവന്മാർ നമ്മുടെ എന്താ ഇവിടെ ചെയ്യുന്നതെന്നോ ആരാ ഇവിടെ ചെയ്യുന്നതെന്നോ ഇവിടെ എന്താ പഠിപ്പിക്കുന്നതെന്നോ ഇതൊന്നും അവർക്ക് അറിയത്തില്ല. അവരെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ നമ്മളെ കണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ 1 മാസത്തോളം നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പിള്ളേരുടെ അഭിപ്രായം ഇതാണ്. ഇത് കേട്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ഇനി നിനക്ക് നമ്മുടെ പിള്ളേരോട് എന്തെങ്കിലും പറയണ്ടേ, നീ പറഞ്ഞോ. ഇതാണ് നമ്മുടെ റിഫറൻസ് ഓയിൽ ഉള്ളിലുള്ളവരുടെ റിവ്യൂ. ഓക്കെ, നീ ജസ്റ്റ് എന്നാ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇന്ന് ക്ലാസ് അവൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറട്ടെ. ഇന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്, അതുപോലെ ഈ പ്രശ്നം തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മളുടെ കമ്മ്യൂണിറ്റി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. നമ്മളെന്തോ സംഭവമാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ കൂടി ഓപ്പൺ ആയിട്ടൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ സമയമാവാത്തോണ്ട് പറയാത്തതാണ്. നിങ്ങളോട് വേണമെങ്കിൽ ഞാനതൊരു കാര്യം അത് പറഞ്ഞാൽ ശരിയാവോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ എൻ്റെ ഏജ് അറിയണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി, ഓക്കെ, ഇതിപ്പോൾ പറയുന്നതുകൊണ്ട് തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഏജ് എത്രയാണെന്നറിയാവോ? എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഓക്കെ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. അപ്പോൾ ഈ 19 വയസ്സിൽ തന്നെ ഞാനൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഏജ് പറയാതിരുന്ന വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് അടിക്കുമായിരിക്കും. അയ്യേ, ഒരു ട്യൂട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി മെച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ഒരാളൊക്കെ വേണ്ട, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ വേണ്ട പഠിപ്പിക്കാൻ വരാൻ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഏജ് പറയാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ തോന്നും, അയ്യേ ഇത്രയും ചെറിയ ചെറുക്കാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്, ഇയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇയാൾ പഠിപ്പിക്കുന്നത് ശരിയാവുമോ? ഇപ്പം ആ ഡൗട്ട് ഉണ്ടോ? എൻ്റെ ഏജിനെ വെച്ചിട്ടുള്ള മോശമായ രീതിയിലാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പറ, മൈക്ക് ഉണക്കിട്ട് ആരെങ്കിലും പറ. എവിടാണോ, സ്ഥലമാണോ ചോദിക്കുന്നത്? എവിടാണെന്ന് അഫ്നാന്റെ സ്ഥലമാണോ ചോദിച്ചത്? നീ എവിടെയാണെന്ന്? അങ്ങനെ ഓക്കെ. എടാ, ബാക്കിയുള്ളവർ പറ. എൻ്റെ ഏജിന് അതനുസരിച്ച് മോശമായ രീതിയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, അതോ അതുകൊണ്ട് ഏജ് പറയാതിരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ 19 വയസ്സുള്ള ഞാൻ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് ഇപ്പൊ തോന്നുന്നുണ്ടോ? അതാ പറഞ്ഞേ. അപ്പോൾ ആ ഏജ് നിങ്ങൾക്ക് പറയാതെ തുടക്കത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും, മനസ്സിലായി? ഇവിടെ ഏജ് എന്ന് പറയുന്ന അവർ ആ ഗ്രൂപ്പിൽ പറയുന്നത്, ഇവിടെ ഇന്നലെ അവരൊക്കെ നമ്മുടെ ഏജിനെ പറ്റിയൊക്കെ പറഞ്ഞു, നമ്മുടെ ഏജ് ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ടായിരുന്നു. ആ ഏജിലുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് നേരിടാൻ പറ്റും? ഒന്നുമില്ല, ഇവിടെ അങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, ശ്രീരാമ മൈക്ക് വർക്കാവുന്നുണ്ടാവും? എനിക്ക് 20 വയസ്സ്. ആ ഓക്കെ, ഇവന് ശ്രീരാമ മൈക്ക് വർക്കാവുന്നുണ്ടോടാ? അവൻ പിന്നെ പോയി. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ 18ാമത്തെ വയസ്സിൽ ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഓരോരോ സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കും. ഈ പ്രായത്തിൽ ഇതിനേക്കാൾ അപ്പുറം ചെയ്ത ആൾക്കാർ പലതും ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ.
ബാക്കിയുള്ളവരുടെ ഏജ് റിവീൽ ചെയ്യുന്നില്ല, സോറി, അത് എൻ്റെ പെർമിഷൻ പെടുന്ന കാര്യമല്ല. എങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ ഗ്രൂപ്പിലുള്ള വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയ ആർക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഏജ് ഇല്ല കേട്ടോ. ഇപ്പൊ കാൽവിൻ ആണെങ്കിൽ പോലും നിങ്ങൾ നോക്കുക, സൈബർ ക്രൈം ഏജൻസിയുടെ ചീഫ് സെക്രട്ടറി, സൈബർ വേൾഡ് ഓർഗനൈസേഷനിലെ മെമ്പറാണ്, അതുപോലെ തന്നെ പല പല പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറിയുടെ CEO ആണ്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയത് ഇവിടെ ഏജ് അല്ല ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി പറയുന്നത്, ഇവിടെ ഏജ് അല്ല മാറ്റർ. അവരുടെ പ്രായത്തിൽ ഈ പ്രായത്തിൽ എന്ത് ചെയ്തു എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പല എന്തെങ്കിലുമൊക്കെ എന്ത് പറയുന്നു പോലും നമുക്ക് അറിയത്തില്ല. ഈ ഏജിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനിപ്പോൾ 5-6 സ്കൂളുകളിൽ പോയി അത്രയും സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. എൻ്റെ 18ാമത്തെ വയസ്സിൽ, ഇപ്പോഴാണ് എനിക്ക് 19 ആയത്. ഇപ്പം ഈ 19ാമത്തെ വയസ്സിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി എൻ്റെ അല്ലെങ്കിൽ ഇത്രയും പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഒരാളാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഈ വയസ്സിൽ ഞാൻ എത്തുന്നത്, ഈ വയസ്സിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും, അതെനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ നേരിട്ട പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. ശ്രീറാം ഒന്നും വന്നായിരുന്നെങ്കിൽ, ശ്രീറാം എവിടെ പോയാവോ, എൻ്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്, പിന്നെ നെറ്റ്വർക്കിനൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് തുടക്കക്കാരെന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തുടക്കക്കാരല്ല. ഇപ്പം ഈവൻ ദോ കുറച്ച് നാൾ മുമ്പ് പ്രോട്ടോടൈപ്പിൽ ഇതുപോലെ ഭയങ്കര ഒരു അലിഗേഷനും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പ്രോട്ടോടൈപ്പ് വീണ് പോയൊന്നുമില്ല, പ്രോട്ടോടൈപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരാളൊരു കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലുള്ളൂ. അതുകൂടെ, അതായത് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി കുറ്റം പറഞ്ഞതിൻ്റെ കാരണം എന്താ, ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെയാണ് പോയത്. അതായത് ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയി റിവ്യൂ ചോദിച്ചില്ല. എന്നോട് എൻ്റെ പാരൻസ് ചോദിച്ചു അഡ്മിഷൻ എടുക്കുന്നു, ഈ സ്റ്റുഡൻസിനോടൊക്കെ റിവ്യൂ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ റിവ്യൂ ഒക്കെ ചോദിച്ചു, അവരൊക്കെ അടിപൊളി എന്നാ പറഞ്ഞത്. ഒരാളോടെങ്കിലും ചോദിച്ചായിരുന്നെങ്കിൽ എനിക്ക് ആ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഞാൻ സ്റ്റുഡൻസിനോട് റിവ്യൂ ചോദിച്ചില്ല, അല്ലെങ്കിൽ അവിടെ എന്നെ കോൺടാക്ട് ചെയ്ത ആളോട് വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യവും ചോദിച്ചില്ല. അവർ പറഞ്ഞു നമ്മൾ 3 സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഒരെണ്ണേ കിട്ടിയ 3 പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അതടാ മറ്റേ എന്താ വേറൊരു ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഈ സ്കിൽ ഡെവലപ്മെന്റിന് കൊടുക്കുന്നത്, NSDCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലും തന്നിട്ടില്ല അവർ. അത് 1-2 റാൻഡം സ്റ്റുഡൻസിന് കുറച്ച് പേർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം അവർ 3 സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അന്വേഷിച്ച് പോലുമില്ല ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യൂബിൾ ആണോ, ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഓക്കെ, മീറ്റ് അപ്രൂവ്, ഓക്കെ. അപ്പോൾ ഇതൊന്നും ഞാൻ അന്വേഷിക്കാത്ത പോയതാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. അവർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവർ പിന്നെ എന്തായിരുന്നു പറയുന്നത്, ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു. ഫീസ് ഇതാണെന്ന് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു, ഞാൻ അങ്ങ് പോയി. അതല്ല ഇത് ആരാ പഠിപ്പിക്കുന്നത്, എന്താ ഇതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഡിഫൻസ് വഴി ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ ഞങ്ങളുടെ അടുത്ത കോഴ്സ് കണ്ടിന്യൂ ചെയ്യാനോ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങളെ മാറ്റാനോ ഒന്നും ഞങ്ങൾ പറയില്ല. നിങ്ങൾക്ക് സെൽഫ് ലേണർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബെറ്റർ സ്റ്റാർട്ടിങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ കാര്യവും വളരെ വ്യക്തമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ശ്രീറാമേ, മൈക്ക് വർക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ മൈക്ക് വർക്ക് ആവുന്നുണ്ടോ? ശ്രീറാമേ, ഓക്കെ, ശ്രീറാം റെസ്പോണ്ട് ചെയ്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയും എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ. എന്ത് ഡൗട്ടും ഇപ്പൊ ചോദിച്ചോ, ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയോ. ഇനി ചോദിച്ചോ, പറഞ്ഞോ. ഇല്ലല്ലോ, ഓക്കെ. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം പറഞ്ഞോ. നിരഞ്ജൻ സാർ അത് വേറൊരു ഇഷ്യൂ ആണ്. അത് ഈ ഇഷ്യൂ പെടുന്ന ഇഷ്യൂവേ അല്ല. അത് ഇന്നലെ ഞങ്ങൾക്കിടെ നടന്ന ഒരു ചെറിയ സൗന്ദര്യപ്പണക്കമായിട്ട് കൂട്ടിയാൽ മതി. അല്ല, നിരഞ്ജൻ പോകുവാനൊന്നും പോകുന്നില്ല. അത് നിരഞ്ജൻ പോകുന്നില്ല. അത് ഇന്നലെ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കത്തിന്റെ ഒരു സംഭവം. അത് കഴിഞ്ഞാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. എനിക്ക് ആ സമയത്ത് കറക്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് ദുരന്തർ 2-നകത്തുള്ള ഒരു ഡയലോഗാണ്. പക്ഷെ അത് മറന്നുപോയി. മറ്റേ SP അസ്ലം പറയുന്ന ഒരു ഡയലോഗ് എൻ്റെ മനസ്സിൽ വന്നു. ഇവന്താ അത് എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത്
ട്രെയിലറിനകത്തുള്ള ഒരു ഡയലോഗാണ്, എന്തോ നട്ടൽ ഉറപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഇല്ലേ, പ്രതിസന്ധികൾ വരുമ്പോഴാണ്, അല്ല വേദനകളാണ് ഒരുവന്റെ നട്ടൽ ഉറപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലേ. ഇന്നലെ നമ്മൾ തമ്മിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമി ആൾക്കാർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും സംസാരം, എന്താ പറയുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നവും സമുദ്രപ്പണക്കോ ഒന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഇന്നലെ. ഇപ്പൊ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞവൻ പോലും തിരിച്ചു വന്ന് നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഇന്നലെ അവന്മാരെ നേരിട്ടത്. അതന്നെ, ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒറ്റക്കെട്ടായി. നമ്മൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ സമുദ്രപ്പണക്കം അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ലേടാ. അതിപ്പോൾ കൂട്ടുകാർ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു, ഇവിടെ കമ്പനിയുടെ എംപ്ലോയീസും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അങ്ങനെ ആരും അല്ല, നമ്മളൊക്കെ കൂട്ടുകാരന്മാരാണ്. അപ്പോൾ കൂട്ടുകാർക്കിടയിൽ ചെറിയ സൗന്ദര്യപ്പടക്കം വന്നു എന്ന് പറഞ്ഞാൽ ഒരുത്തിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മളെല്ലാവരും നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാതിരിക്കായിരുന്നു. എങ്കിൽ പോലും നമ്മളിവിടെ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത് പ്രോപ്പറായിട്ട്. ചോദിച്ചോ. പ്രോബ്ലം ഉണ്ടാവും? ഇല്ലില്ല, നീ ചോദിച്ചാലല്ലേ പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ഗ്രൂപ്പിലില്ലേ ഈ ഗ്രൂപ്പ് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ 5-6 വട്ടം പറഞ്ഞല്ലോ. ഞാൻ തൃപ്തിയാക്കി വെക്കാറ്. അതിൻ്റെ അകത്ത് മൂപ്പരാണ് ആദ്യം പറഞ്ഞിട്ട് നമ്മളെ ഡിഫൻസ് പോലെ ഇപ്പോൾ ക്ലാസ് ഓപ്പൺ ആയി പറയാം, ഇവിടെ ക്ലാസ് പഠിപ്പിക്കുന്നില്ല. ഏത് ഇന്നലെ നിരഞ്ജൻ പറഞ്ഞതാ ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതാ? അതാണോ നീ ഉദ്ദേശിച്ചേ? എടാ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ആക്ച്വലി നിരഞ്ജൻ ഇന്നലെ പറ്റിയൊരു അബദ്ധമാണ്. എങ്കിൽ പോലും അത് അവൻ അബദ്ധം എന്നും പറയാൻ പറ്റൂല. ഹാക്ക് ഫയൽസ് കമ്മ്യൂണിറ്റിയുടെ തനി സ്വഭാവം അറിയാലോ. ഒന്ന് വാ തുറന്നു കഴിഞ്ഞാൽ അവന്മാര് ദയാവധം ചെയ്ത് കളയും. അപ്പൊ ഇന്നലെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ഇട്ട് വധിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിരഞ്ജൻ ആദ്യം അങ്ങനെ പറഞ്ഞത്. നമ്മളൊരു കമ്പനി ഞങ്ങളുടെ വേറെ ഫ്രണ്ടില് അവൻ വേറെ കമ്പനി, അപ്പൊ അതും ഇതും കൂടി മിക്സാണ്. അതിൽ ഇരിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല, അതില് വേറെ പരിപാടിയാണ് സൈബർ ഇതിൽ ചോദിച്ചിട്ടില്ല. അപ്പൊ അതും ഇതും കൂടി ലിങ്ക് ആക്കിയിട്ടാണ് അവന്മാർ പറഞ്ഞത്. ഫസ്റ്റ് ഞാനും ചെയ്തത് ഇങ്ങനെയാണ്, കാരണം ഞാനാണ് അവരോട് പകുതി എത്തിക്കാം ഈ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നപ്പോഴാണ് നിരഞ്ജൻ അങ്ങനെ പറഞ്ഞത്. എങ്കിൽ പോലും പിന്നെ അത് നമ്മൾ തന്നെ അവന്മാരോട് പറയേണ്ടി വന്നു, നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കോഴ്സ് ഉള്ളത്. പക്ഷെ ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാനും അവരോട് പറഞ്ഞില്ല. കാരണം വെറുതെ പറഞ്ഞ അവന്മാർക്ക് മനസ്സിലാകൂല. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞ എൻ്റെ സമയം എൻ്റെ വയറ് വെള്ളം കളി ചോദിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അപ്പോൾ അവന്മാരുടെ കമ്മ്യൂണിറ്റി അവന്മാരിങ്ങനെ ഒന്ന് ഒച്ചപ്പാട്ടായിക്കൊണ്ടിരിക്കട്ടെ. കാരണം ഇതിൻ്റെ ഈ അവന്മാർക്ക് വേറൊന്നും ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവന്മാർക്ക് വായിത്തൊന്നും ഒക്കെ അവന്മാർ വിളിച്ചു പറയുമായിരിക്കും. പക്ഷെ നിങ്ങളൊന്നും അവന്മാർ പറയുന്ന താളത്തിലൊത്ത് തുള്ളാൻ പോകരുത്, നമ്മുടെ കൈ നിൽക്കൂല. അവന്മാർക്ക് വേറൊന്നും ചിന്തിക്കാനില്ലായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്കൊരു കുടുംബമുണ്ട്, നമുക്കൊരു ഫാമിലി ഉണ്ട്, നമ്മളെ നോക്കി നിൽക്കുന്ന ആൾക്കാരും നമ്മളെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നമുക്കതൊക്കെ നോക്കാൻ, അവന്മാർക്ക് അത് നോക്കാനില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് വേണേൽ അവന്മാർ പറയുന്നത് അതേപോലെ തന്നെ തിരിച്ച് പറയാൻ പറ്റും. എനിക്ക് വേണേൽ അവന്മാരെ തെറി വിളിക്കണം. എനിക്ക് അവന്മാരെ തെറി വിളിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, എനിക്ക് തെറി വിളിക്കാം. പക്ഷെ എനിക്ക് എന്നെ കാത്തിരിക്കുന്ന ഒരാൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ഒരു ടീമുണ്ട്, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും വിളിച്ചാൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റീനെ ബാധിക്കും. എൻ്റെ കമ്മ്യൂണിറ്റി ഒരു ബാഡ് ഇമേജ് ഉണ്ടാവും. ഇങ്ങനെയാണോ അവരൊരു പ്രശ്നം വന്ന ഒരു കമ്പനി എന്ന നിലയ്ക്ക് ഇങ്ങനെ ഇത്രയും മോശമായിട്ടാണോ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിന് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യേണ്ടത് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ലല്ലോ. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അല്ല അവന്മാർ പറയുന്ന പോലെ നമുക്ക് തിരിച്ചറിയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, നമുക്ക് നമ്മുടേതായ എത്തിക്സിൻ്റെതായ ചില രീതിയിലുണ്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു കേസ് കൊടുത്ത് കേസ് ഫയൽ ചെയ്ത് കാര്യം മൂവ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൊത്തം കാര്യങ്ങൾ. നമ്മളെന്തായാലും ഇതിനൊക്കെ അതിൻ്റെതായ നേർവഴിക്ക് മാത്രമേ നമ്മൾ മൂവ് ചെയ്യുള്ളൂ. നമുക്ക് വേറെ ഇപ്പോൾ നമുക്ക് വേണം ഇപ്പോൾ ഈവൻതോ വേറൊരു കാര്യം പറയാം, നമുക്കിപ്പോൾ നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്, നമ്മൾ ഹാക്കിംഗ് സ്കിൽസ് ഉള്ളവരാണ് നമ്മുടെ ഉള്ളിൽ. നമുക്ക് ആ രീതിയിൽ അവന്മാരെ നേരിടാനൊക്കെ വേണേ പറ്റും. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊന്നും റിവെഞ്ചിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങളല്ല. നമുക്ക് സ്കിൽഫുൾ ആയ മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവരോട്, എടാ ഒന്നും നോക്കണ്ട അങ്ങ് കത്തിച്ച് വിട്ടേക്കാൻ നമുക്കങ്ങ് പറഞ്ഞാൽ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മളൊരു കമ്പനിയോ അല്ലെങ്കിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലായിരുന്നു. അന്ന് നമ്മൾ ഇപ്പൊ ഈ ഹാക്ക് വെൽസ് പോലെ ഒരു വെറും തുക്കടാച്ച ടീമായിരുന്നു. അന്ന് നമ്മൾ കളിച്ച പോലെ മെച്ചൂർ ഇല്ലായ്മ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്. നമുക്ക് എത്തിക്സ് എന്ന് പറയുന്നൊരു സാധനം വേണം. നമുക്ക്
തോന്നിയാസത്തിനല്ല ഈ പരിപാടി ചെയ്യാൻ പറ്റൂല. അതുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ആ കമ്മ്യൂണിറ്റി നിങ്ങൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അവന്മാർ ഇങ്ങനെ നമ്മളിട്ട് കുഞ്ഞിപ്പിള്ളേരാണ്, വെക്കേഷൻ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ വേണേ പറയട്ടെ, നമുക്ക് അവന്മാരെ പോലെ തുള്ളാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമുക്ക് നമ്മുടേതായ ചില എത്തിക്സും കാര്യങ്ങളും നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സിനാണ് ട്രെയിൻ ചെയ്യുന്നത്. നിങ്ങളെ എത്തിക്കൽ ഹാക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ നിങ്ങളോട് മക്കളെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ചിനെ ഒന്നും ഉപയോഗിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാവുള്ളൂ, നിങ്ങൾ നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക, സൊസൈറ്റിക്ക് വേണ്ടി റിവെഞ്ച് ഒന്നും പാടില്ല എന്ന് ഉപദേശിക്കുന്ന ഞങ്ങൾ ആ തോന്നിയാസം കാണിച്ചത് ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതുകൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത്, അല്ലാതെ നമുക്കത് കഴിവില്ലാത്തത് കൊണ്ടല്ല. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ എന്താ ബൈബിളിൽ ഒരു കോട്ട് പറയുന്ന പോലെ പന്നികൾക്ക് മുത്തിട്ട് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ബൈബിളിനകത്ത്. അല്ലെങ്കിൽ പോത്തിനോട് വേദം ഓതരുതെന്ന് പറയല്ലേ, സെയിം സാധനം തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കല ഭേദം, അല്ലാതെ അവന്മാരോട് തർക്കിച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവന്മാരെ അതിൻ്റെതായ രീതിയിൽ നേരിടാതെ മാന്യമായിട്ട് എത്തിക്കലായിട്ടുള്ള വേസിൽ നമ്മൾ അവന്മാരെ നേരിടുന്നത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. 6:22 നമ്മൾ 1.5 മണിക്കൂറായിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്. ബ്രേക്ക് ഒന്നും തന്നിട്ടുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ മാത്രമായിരുന്നു. നാളെ നമ്മുടെ ക്ലാസ് എന്തായാലും ഉണ്ടാവും. നാളത്തെ ടോപ്പിക്സ് നാളെ മുതൽ റെഗുലർ ക്ലാസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അത് ടെൻഷൻ, നിങ്ങൾ നമ്മളെ ഈ ഇഷ്യൂസ് നിങ്ങൾ ഹാക്വേഴ്സിൽ എന്ത് മെസ്സേജ് വന്നാലും ഒന്നും റെസ്പോണ്ട് ചെയ്യണ്ട. നമ്മൾ പറയാനുള്ള പറയട്ടെ, നമ്മൾക്ക് പറഞ്ഞ് മടുക്കുമ്പോൾ അവൻ മിണ്ടാതിരുന്നോളൂ. പിന്നെ അതിനാണ് നിങ്ങൾ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വള്ളിയാവും. അവസാനം നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല, കാരണം അത് നിങ്ങളായിട്ട്. അപ്പം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അവരെന്ത് വേണം പറയട്ടെ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ചില സ്റ്റുഡൻസിന് മാത്രമേ അതിനകത്ത് പഠിക്കുന്ന കാര്യം അവർക്കറിയാം. അത് നിങ്ങളൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇട്ടാൽ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം നിങ്ങൾ എടുത്തു വെക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് മെസ്സേജ് അയക്കാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് കൊടുക്കാം. സോ നമുക്ക് ആ എവിഡൻസ് ആണ്. സോ എന്തായാലും ഇതൊന്നും തീരട്ടെ. നമ്മുടെ ക്ലൈമറ്റ് കുറച്ച് നേരത്തേക്ക് ഇതാവട്ടെ, ഒന്ന് കൂളാവട്ടെ. അവൻ അതുവരെ ഇപ്പൊ ചൂടായതുകൊണ്ട് നമ്മളെ ചൂട് സമയത്ത് കുറെ ഇറങ്ങുമല്ലോ, അതേപോലെ ഇറങ്ങിയതാ, അത്രേ ഉള്ളൂ. അതിന് ഒരു എന്താ പറയാ സൊല്യൂഷൻ ഇപ്പൊ വരുന്നുണ്ട്, അത് ഉറപ്പാണ്. പിന്നെ വേറെ നേരത്തെ പറഞ്ഞെടുത്തേണ്ടത് അത് നമുക്ക് എല്ലാം നിങ്ങൾക്ക് ഞാൻ അപ്പ് ഇടുന്ന സമയത്ത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് അവരായിട്ട് പക്ഷേ ഒരു കാര്യമാണ്, സംസാരിക്കുമ്പോൾ നിങ്ങൾ മനിയായി സംസാരിക്കുക. അവന്റെ ടൈപ്പ് വേറെയാണ്. അത് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പ്രത്യേകിച്ച് എക്സാമ്പിൾ തരാം. ജി തുടങ്ങുന്ന ഒരു വേരിലാണ് അവൻ അറിയപ്പെടുന്നത് ഇപ്പം. സോ ലാസ്റ്റ് വൈയിൽ അവസാനിക്കും. സോ അതിലാണ് ഇപ്പൊ പോകുന്നത് അവൻ. സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവനെ വിളിക്കുകയൊന്നും വേണ്ട, ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടുതരാം, നിങ്ങൾക്ക് അത് ടെൻഷൻ ആവണ്ട. സോ അവന്റെ സംസാരം അങ്ങനെയാണ്. സോ അവനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ടുതരാം. ഓക്കെ, എന്നിട്ട് താഴെ ലോകം ഫ്രം ദ ബേബി ഓഫ് ആക്പിൾസ്, ഇങ്ങനെ നമ്മൾ ക്യാപ്ഷൻ ആൾക്കാരുണ്ട്. ബാക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ലടാ. ഇതിലെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇന്നലെ ഇവന്മാര് കഷ്ടപ്പെട്ട് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇന്നിപ്പോ ഇത്രയും നെഗറ്റീവ് നമുക്ക് പറഞ്ഞു തീർക്കാം. അവന് മലയാളം എന്തിനാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പ്ലസ് അതുപോലെ തന്നെ നമ്മളെ വക ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് അവനെ എടുത്തെടുക്കും വിത്ത് സർട്ടിഫിക്കേഷൻ. ഷുവർ, അവന് എക്സാം ഇല്ല, ഡയറക്റ്റ് പാസ് ആണ് കേട്ടോ. ഡയറക്റ്റ് പാസ് ആണ്, എക്സാം ഒന്നുമില്ല, ഡയറക്റ്റ് പാസ് ആണ്. എടാ ഇതിലൊരു ഹൈലൈറ്റ് എന്നാന്നറിയോ? ഇവന്മാർ ഈ കഷ്ടപ്പെട്ട് നെഗറ്റീവ് അടിച്ച് ഇന്നലെ 10,000 പേര് നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം, നമ്മൾ ഇതുവരെയും പ്രോപ്പറായിട്ട് ഒരു ആഡ് പോലും റൺ ചെയ്തിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് ഡിഫൻസ് ഹാക്കേഴ്സ് അക്കാഡമി ഫേമസ് ആയ അങ്ങോട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് 1000-2000 പേരായി സീൻ ചെയ്തിരിക്കുന്നത് ഒരു വിത്തൗട്ട് എനി ആഡ്. ഫ്രീ ആയിട്ട് നമുക്കൊരു ആഡ് റൺ ചെയ്തിരിക്കുന്നതാണ് അവന്മാർ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവന്മാരോട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നന്ദി നമ്മൾ അധികം വൈകാതെ അവന്മാരെയൊക്കെ അറിയിച്ചു കൊടുക്കും നമ്മൾ ആ നന്ദിയൊക്കെ. കാരണം ഒറ്റ ദിവസം കൊണ്ട് 2000 പേരാണ് നമ്മുടെ വെബ്സൈറ്റ് സീൻ ചെയ്തിരിക്കുന്നത്. അതിൽ അവന്മാർക്ക് വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമ്മൾ ഈ ഒഫീഷ്യലായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോഴേ ഇവന്മാർക്ക് ഒരു ക്ഷണക്കത്ത് അയക്കേണ്ടി വരും. കാരണം ഇവന്മാർ കാരണമാണ് നമ്മുടെ ഫസ്റ്റ് ഇതിൽ ഇത്രയും ഫേമസ് ആയത്. അതുകൊണ്ട് ഒരു ക്ഷണക്കത്ത് ഹാക്ക് ഫയൽസിന് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ഉണ്ടാവും നിങ്ങളെ പ്രോപ്പറായി പഠിപ്പിക്കും എന്ന് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞ കാര്യം കൂടെ ക്ലാസ്സിൽ കാണുന്നത് ഞാൻ അതിന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കളിച്ചാൽ പോട്ടാതെ മലയാളം ക്ലാസ് എടുക്കാൻ പോലെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പോലെയല്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ജസ്റ്റ് ട്രസ്റ്റ്,
ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ട്രസ്റ്റ് ഞങ്ങൾ നിങ്ങളിൽ ഒരു ട്രസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റ് നിങ്ങൾ ഞങ്ങളിലും വെക്കുക. ആ ഒറ്റ കാര്യം നമ്മൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഉണ്ടോ? കൂടെ നിൽക്കാൻ നിങ്ങൾ റെഡിയാണോ? നമ്മുടെ ഈ ബ്രൂട്ടോയുടെ ഒരു വീഡിയോ ഒക്കെ പറയുന്ന പോലെ നമ്മുടെ ആത്മാവ് പിഴിഞ്ഞു തന്ന് നിങ്ങളെ റെഡിയാക്കി എടുക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, കൂടെ നിൽക്കുക. ആ ഒറ്റ കാര്യം മതി. പിന്നെ വേറെ നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ആ ഒറ്റ സാധനം ഉണ്ടോ, നമ്മൾ അതുപോലെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകും. കാരണം നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റുഡൻസ് ആണ്. നിങ്ങളെ ഒരിക്കലും നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം ഡിഫൻസിലേക്ക് തുടങ്ങണമെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ട് തന്ന ആദ്യത്തെ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വാല്യൂബിൾ ആണ്, ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഓക്കെ, അത് നിങ്ങൾക്കും ബോധ്യമുണ്ടാവും. ഇത്രയും ദിവസം കൊണ്ട് ക്ലാസ് എടുത്തപ്പോഴാണെങ്കിലും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടുണ്ടാവും. അതുപോലെ ടേക്ക് കെയർ ചെയ്താണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നുള്ളത്. ഓക്കെ, അപ്പം 6:28. അപ്പം ഇന്നത്തെ ഏകദേശം ഇതാണുള്ള സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടേ പറയാം. നിരഞ്ജൻ, ശ്രീറാം എന്തെങ്കിലും പറയണ്ടേ പറയാം. സ്റ്റുഡൻസിന് എന്തെങ്കിലും പറയണ്ടേ പറയാം. എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്നും ചെയ്യാൻ ഞാൻ ഇപ്പോഴും പറയാണ്. നിങ്ങളെ സ്കില്ല് വെച്ച് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങിയാൽ തന്നെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ചോദിക്കുക ഡിഫൻസ് സ്കാമാണെന്ന് വെച്ചാൽ നിങ്ങൾ മുഖത്ത് നോക്കി പറയാ, ഞാൻ പഠിച്ച സമയത്തൊന്നും സ്കാം അല്ലായിരുന്നു, ഇപ്പോഴും അത് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, അത് നിങ്ങൾ തെറ്റിദ്ധാരണ മാത്രമാണ്, അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ജെന്യൂനായിട്ട് പറഞ്ഞാൽ മതി. അത് ഞാൻ ഹൈലൈറ്റ് പറയാനുള്ള കാരണമാണ് നിങ്ങളെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് അതിൽ മോശമായിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പറയാം. അത് നിങ്ങളെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങിയ ഫീല് വേണം ഒരു സ്റ്റുഡന്റിനോട് പറയാം. എന്നിട്ട് ആ സ്റ്റുഡന്റിന് കയറണോ വേണ്ടോ ഇൻട്രസ്റ്റ് അപ്പം ഉണ്ടാവും. സ്റ്റുഡന്റ് കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ഹെയ്റ്റ് ചെയ്യുന്ന ഇവന്മാരൊക്കെ ഒരു കാലത്തും അവിടുത്തെ എത്തിപ്പെടത്തില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാരണം ഇങ്ങനത്തെ കുറേമാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഹെയ്റ്റ് ചെയ്യാനും ഇങ്ങനെ ഇതിനെ എതിർക്കാൻ വേണ്ടി ഞാൻ ബാക്കി പറയുന്നില്ല, കുറെ കുഞ്ഞുങ്ങൾ പോലത്തെ ജനിക്കും. ഇത് അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ളവന്മാർക്ക് ഇണയാൻ വേണ്ടി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ എന്താ പറയാ, അതിന് എക്സാമ്പിൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. നമ്മളിപ്പോ എന്താ പറയാ, ഒരു കമ്പനി ഇതുവരെ ഈ ഒരു പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു കമ്പനി ഈ പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ഇവന്മാർ ആരും കാണുന്നില്ല. പക്ഷെ നമ്മൾ ഇന്നലെ ചോദിച്ചു, നീ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കാണിക്കും. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മെയിൻ ഫൗണ്ടർ മെറ്റയായിട്ട് ചെറിയൊരു ഇതുണ്ട്, നമ്മളെ ഇൻസ്റ്റാഗ്രാം മെറ്റ ഉണ്ടല്ലോ, സോ അവരായിട്ട് ചെറിയതുണ്ട്. അത് സീരീസിലുള്ളതാണ്. നിങ്ങൾക്കും വിശ്വാസമാണ്, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. അതുപോലെ തന്നെ അത് പറഞ്ഞപ്പോൾ ഇവന്മാര് കിടന്ന് ചാടണം. കാരണം ലൈക്ക് അത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരൊരു മെമ്പറാണ്, നമ്മൾ അവരെ മെമ്പറായി തീരും. അത് അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കാലിന് അത് ചെയ്യാൻ ഏകദേശം നിങ്ങൾ വിചാരിക്കും ലൈക്ക് പെട്ടെന്ന് കിട്ടും. ഇതിനകത്തുള്ള ഗ്രൂപ്പിലുള്ളവന്മാർ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ കിട്ടും. അവന്റെ 2-3 വർഷത്തെ കഷ്ടപ്പാടിന് അവൻ ചെയ്തതാണ് അവന് കിട്ടിയത്. പിന്നെ ഈ ഡിഫൻസോ ലൈക്ക് 2023 തുടങ്ങിയ കമ്പനിയാണ്. അത് നമ്മളൊന്നും ഇല്ലായിരുന്നു, ഞാനില്ലായിരുന്നു, ശ്രീറാം ഇല്ലായിരുന്നു, അലൻ ഇല്ലായിരുന്നു, അതുപോലെ ഷിബിൻ, അവരൊന്നും ആരും ഇല്ലായിരുന്നു അന്ന്. കാൽവിനും അതുപോലെ തന്നെ കാൽവിന്റെ ഒരു ഫ്രണ്ടും പിന്നെ കാൽവിന്റെ ഒരു ട്യൂട്ടറും പിന്നെ വേറൊരു ട്യൂട്ടറും, ഇത്ര പേര് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഷീത്തിൻ എന്നൊരു ട്യൂട്ടർ ഉണ്ട്, ആ പുള്ളിക്കാരൻ ഇപ്പോഴും നമ്മുടെ ഇതിലുണ്ട്. സോ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ ഇത് നന്നായിട്ട് തന്നെയായിരുന്നു അന്ന് കൊണ്ടുപോയിരുന്നത്. അന്ന് നന്നായിട്ട് സൈബർ ഡോമിന്റെ അണ്ടറിൽ തന്നെയായിരുന്നു കമ്പനി. പിന്നെ ഇടയ്ക്ക് വെച്ച് അവനൊരു ബ്രേക്കപ്പ്, ലൈക്ക് ഞാൻ അപ്പോഴാണ് ബ്രേക്കപ്പ് സ്റ്റേജ് വന്നപ്പോൾ, ലൈക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ബ്രേക്കപ്പ് വന്നപ്പോൾ അവൻ നല്ല ഡൗൺ ആയി. അപ്പോൾ പിന്നെ അവ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വരെ നമ്മളെ കമ്പനി ഓഫീസിൽ വന്ന് തരാനാണ് നമ്മൾ ആഗ്രഹം. കാരണം നിങ്ങൾ ഫസ്റ്റ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്കൂളിൽ ഒരു ഇനാഗ്രേഷൻ വെച്ചിട്ട് അവിടെ വെച്ച് ഇങ്ങനെ കൊടുക്കാനായിരുന്നു പ്ലാൻ. കാരണം അന്ന് തന്നെ നമ്മളെ ഓഫീസ് ലോഞ്ചിങ്ങും എല്ലാം അന്ന് തന്നെ. അപ്പം അതുപോലെ തന്നെ നമ്മളെ ഓഫീസിന്റെ പേര് ഡിഫൻസോ ആണെങ്കിലും അതിന്റെ നിക് നെയിം പോയിട്ടൊരു സാധനമുണ്ട്, അത് അന്ന് അനൗൺസ് ചെയ്യും. അതിപ്പം അക്കാര്യക്ക് പറയത്തില്ല, നിക് നെയിം ഉണ്ട്. ആ നിക് നെയിമിലാണ് പിന്നെ ആ ഓഫീസ് അറിയപ്പെടുന്നത്. കാരണം നമ്മള് കമ്പനിയുടെ പേര് ഡിഫൻസോ എന്നാണെങ്കിൽ ആ ഒരു ഓഫീസിന്റെ പേര് നിക് നെയിം വേറെയാണ്. സോ അത് അന്ന് ലോഞ്ചിങ് ഉണ്ട്. സോ അതുപോലെ തന്നെ കുറെ കാര്യം. പിന്നെ ഹാക്ടൂർ എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്, ഹാക്ടൂറെ അന്ന് ലോഞ്ചിങ് ആണ്. ഹാക്ടൂറെ എന്തിനാണെന്ന്, അത് എന്താണ് അതിനകത്ത് ഉള്ളത്, അതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. അതൊരു എൻ്റെ ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഇത്രയും വരാം, ഒരു പ്രൊഡക്റ്റ് ആണ്, അത്രേ പറയത്തുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. അതെല്ലാം സീക്രട്ട് ആണ്, അതെല്ലാം അണ്ടർ ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നിപ്പം വെളിപ്പെടുത്താൻ പറ്റത്തില്ല. സോ അതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ചറായിട്ട് ഭാഗമാവാം. അത് നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ചിരിക്കും. സോ അതിലൊക്കെ കയറി പറ്റിയൊരു, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കയറി പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സീക്രട്ടാണ്. കാരണം ഓരോരുത്തും അതിനെ ചോർത്താനോ അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ ആർക്കും ഷെയർ ചെയ്യാനോ പറയാം. അതൊക്കെ നിങ്ങളെ ആവശ്യം, നിങ്ങൾ ആ ഒരു കമ്പനി, അതൊക്കെ ഞാൻ പറയട്ടെ, ഫലം പറഞ്ഞ പോലെ തന്നെ
നിങ്ങളിപ്പോ ഈ ഈ ഒരു കമ്പനിയിൽ നിങ്ങളൊരു സാധനം അങ്ങോട്ട് ചോർത്തി കൊടുത്തു. പക്ഷെ നിങ്ങൾ ഈ ഒരു സെയിം പ്രയോഗം നിങ്ങൾ വിചാരിക്കും ഇത് എളുപ്പമല്ല, ഇങ്ങനെ കൊള്ളാമല്ല, നല്ല രസമുണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾ വേറൊരു കമ്പനി, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ടാറ്റയുടെ കമ്പനിയിൽ ഇപ്പൊ എല്ലാവരും സൺഷീത് വർക്ക് ചെയ്യണമെന്ന് വെച്ചോ. സൺഷീത് എന്ത് ചെയ്തു? ടാറ്റയുടെ ഡേറ്റ അങ്ങ് നൈസിന് അങ്ങ് എടുത്തിട്ട് ഹാക്ക് ചെയ്തെടുത്തിട്ട് നേരെ കൊണ്ട് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിലും കിട്ടും. ചിലപ്പോൾ ഫാമിലി ഗ്രൂപ്പ് ആവാം, ഓക്കെ, ഫാമിലി ഗ്രൂപ്പ് ആവാം. സൺഷീത് ഫാമിലി ഗ്രൂപ്പ് അല്ലേ, വലിയ സീൻ ഉണ്ടാവത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഫാമിലി ഗ്രൂപ്പിൽ കാണുന്ന ആൾക്കാരെ പ്രത്യേകം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ, വീട്ടുകാർക്ക് ചിലപ്പം എന്തായാലും OBC അത് ഷെയർ ചെയ്ത് നേരെ വേറെ ഗ്രൂപ്പിൽ ഇട്ടു. അത് എത്തുന്നിടത്ത് എത്തി അവസാനം അത് മെയിൻ ടീമിന്റെ കയ്യിൽ എത്തുമ്പോൾ ഷെയർ ചെയ്ത് എല്ലായിടത്തും എത്തുവാടാ. എത്തി മെയിൻ ടീമിന്റെ, അല്ലെങ്കിൽ മെയിൻ ടീമിന്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ പോലും വേറൊരാൾ ഇത് കണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായിരിക്കും ഇത്, എവിടെ നിന്ന് കിട്ടി, അത് ഇങ്ങനെ ചോദ്യം ചെയ്ത് വരുമ്പോൾ ഷെയർ ചെയ്യുന്ന ഫസ്റ്റ് ആരെന്ന് സൈബർ സെല്ലിൽ നോക്കും, സൻഷീദിന്റെ പേര് ഇങ്ങനെ തെളിഞ്ഞിപ്പോണ്ട്, സൻഷീദാണ് ഷെയർ ചെയ്തത്, സൻഷീദിന് ഇത് എവിടെ നിന്ന് കിട്ടി, ഒന്നും നോക്കേണ്ട, ജോലി അങ്ങ് തെറിപ്പിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഫൈൻ അങ്ങ് തരും. ആ ഫൈൻ സൻഷീദിനെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് തന്നെ. കാരണം ടാറ്റയിൽ നിന്ന് ഒരു ഫൈനിന് ഏകദേശം 1 കോടി രൂപയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒറ്റ സംശയമാണ്, ജസ്റ്റ് ഗൂഗിൾ ChatGPT എല്ലാം ചോദിച്ചാലും മതി. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ലൈക്ക് അറിഞ്ഞൂടാ ഇപ്പൊ എങ്ങനെയാണെന്ന്, പക്ഷെ എന്നാലും അങ്ങനെ ആയിരുന്നു അതിന്റെ മേലെ. കാരണം അത്രയും പ്രൊഫഷണൽ കമ്പനിയാണ്. അതുപോലെ തന്നെ ചില കമ്പനി, ഇപ്പം നമ്മളെ കമ്പനിയിലാണെങ്കിൽ ഇപ്പൊ ഒരു കോമ്പൻസേഷൻ തന്നെ 2% ആണ് നമ്മൾ വാങ്ങുന്നത്. കാരണം ഒരു ഇതുണ്ടെങ്കിൽ ഇഷ്യൂ വന്നതിന് ഇങ്ങനെയാണ് നമ്മളെ ഫയലിങ്ങും എല്ലാം. അത് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റിയാലിറ്റി കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ റിയാലിറ്റി വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കുട്ടിക്കളിയാണ്, ലൈക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, വലിയ ഹാക്കർ ആവാം, അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇത് വെച്ച് വേണമെങ്കിൽ ഒരാളെ ഫിഷിങ് ചെയ്ത് പെടുത്താം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഒരു നാൾ പെടും കേട്ടോ. ഈ ഇൻസ്റ്റഗ്രാമിൽ ഹാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഒരു റൈറ്റ് തന്നിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സ്കില്ല് ഡെവലപ്പ്, നിങ്ങൾക്ക് അഥവാ ഇൻസ്റ്റഗ്രാമിൽ ഹാക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ടീമിൽ കയറ്. നിങ്ങൾക്ക് മെറ്റ കുറെ സൈബർ സെക്യൂരിറ്റി റിസർച്ച് തന്നെ ഹയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഗൂഗിളിൽ ഹയറിംഗ് ഒക്കെ നോക്കിയാൽ മതി. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസിന്, എനിക്ക് നിന്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പം അവർക്കൊക്കെ നോക്കിയാൽ മതി. സൈബർ സെക്യൂരിറ്റി കരിയേഴ്സ് ഒക്കെ നോക്കുന്നത്. അതുപോലെ തന്നെ എലോൺ മസ്കിന്റെ ഇതിലൊക്കെ കയറണമെങ്കിൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കയറി നിങ്ങൾ ഹാക്ക് ചെയ്യുക എന്തുവാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അത് ജോബാണ്, നിങ്ങൾക്ക് അത് ചെയ്തേ പറ്റും. നിങ്ങൾക്ക് അതിനനുസരിച്ച് ലക്ഷങ്ങൾ രൂപ ശമ്പളം കിട്ടും. അപ്പോഴെങ്കിലും നിങ്ങൾ അഥവാ അങ്ങനെയൊക്കെ കയറുന്നുണ്ടെങ്കിൽ അപ്പോഴും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഡിഫൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ പ്രമോഷൻ നടത്തലല്ല, ഞാൻ പറഞ്ഞതാ. സോ അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും എത്തിപ്പെടണം, അത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഏത് കമ്പനിയിലായാലും എന്തായാലും നമ്മൾ ഒന്ന് പറയണം, നിങ്ങൾ ഏതെങ്കിലും കമ്പനി എത്തിപ്പെടുക, അത്രേ ഉള്ളൂ. അന്നും ഇതുപോലെ നമ്മളെന്നും കോൺടാക്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ കോഴ്സ് വിട്ട് നിങ്ങൾ വേറൊരു അക്കാഡമി ചേർന്നാൽ പോലും നമ്മളെല്ലാവരും കോൺടാക്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം, നിങ്ങൾക്ക് അലേനെ വിളിക്കണമെങ്കിൽ വിളിക്കാം. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇനി 1 വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് ചെറിയ ഡൗട്ട് ഉണ്ട്, അത് വേണേൽ ചോദിച്ചു, അലൻ വേണേൽ പറഞ്ഞു തരും. അലന് ഒരു കുഴപ്പമില്ല, അലൻ ഓൾവേസ് ഫ്രീ ആണ്. അലന് പറഞ്ഞു തരാനുള്ള സമയമുള്ളപ്പോൾ അലൻ പറഞ്ഞു തരും. അലനെ 10 മണിക്ക് ശേഷം വിളിക്കുക, അലൻ സുഖം ഉറക്കമായിരിക്കും. കാരണം അലന്റെ ടൈം എങ്ങനെയാണ്, എല്ലാ ദിവസവും അത് കീപ്പ് ചെയ്താണ് പോകുന്നത്. ഞായറാഴ്ച ഒക്കെ വേണമെങ്കിൽ വിളിച്ചു, ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വേണമെങ്കിൽ എപ്പോൾ വേണം വിളിച്ചു, രാത്രി ഫുൾ ടൈം ഓൺലൈൻ ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എന്റെ അടുത്ത് ഞായറാഴ്ച ആരും വിളിക്കില്ല, ശനിയാഴ്ച രാത്രി വേണമെങ്കിൽ എപ്പോ വേണോ വിളിച്ചോ, പാതിരാത്രി വരെ ഓൺലൈൻ ഉണ്ടാവും. സോ പക്ഷെ ഞായറാഴ്ച വിളിക്കും, ഞായറാഴ്ച രാവിലെ ഒന്നും വിളിക്കാൻ പാടില്ല, പുള്ളിക്കാരൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി, പുള്ളിക്കാരന് വേറൊരു പണിയുണ്ട്. സോ അത് ഞാൻ വെളിപ്പെടുത്തത്തില്ല. സോ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. സോ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങളെ സ്കൂളുകളിലൊക്കെ ക്ലാസ്സസ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനും അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളായിട്ട് പറഞ്ഞ് സംസാരിപ്പിച്ചാൽ മതി. നമ്മൾ വേണമെങ്കിൽ ക്ലാസ്സസ് എടുക്കാം. നമ്മൾ എന്തായാലും ജൂൺ ഓൺവേഴ്സ് സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ലൈക്ക് എല്ലാ സ്കൂളുകളിൽ. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടുമല്ലോ. സോ അപ്പം അത് കണ്ട് ഇഷ്ടപ്പെടണം. നമ്മൾ അപ്പോഴും ഈ ഒരു ഇൻസിഡന്റ് നമ്മൾ പറയും, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് പറയും. കാരണം ഏത് സ്കൂളിൽ പോയാലും നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ ഇതും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളായാലും എല്ലാവരും നമ്മളെല്ലാം പറയും. നമ്മൾ ഇത്രയും നേരെ എത്താനുള്ളതും ഇങ്ങനെയൊക്കെ ഉള്ള ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഫ്യൂച്ചർ കാര്യങ്ങളും എല്ലാം പറയും. സോ അതാകുമ്പം നമ്മളെ കഷ്ടപ്പാടി തന്നെയാണ് വരുന്നത്. പക്ഷെ എന്തായാലും നമുക്കൊരു അനുഭവം തന്നു ഈ ഒരു കമ്പനി തുടങ്ങിയ ശേഷം. അതാണ് ഇപ്പൊ നടന്ന ഈ സംഭവം. എന്തായാലും ഒരു തോൽവിയിൽ നിന്നായിരിക്കുമല്ലോ ഒരു ജയത്തിലോട്ട് എത്തുക, അല്ലേ? എല്ലാ കമ്പനി അങ്ങനെയാണ്. എൻകേസ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പ്രോട്ടോടൈപ്പിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു 1 മാസം മുമ്പ് അവർ ഫേസ് ചെയ്തത്. പക്ഷെ അവർ ആ ഒരു സ്ട്രെങ്ത് അല്ലെ സ്ട്രോങ് അവർ പിടിച്ചു നിൽപ്പുണ്ട്. കാരണം അവർക്കറിയാം പറയണവർ എന്തും പറയും, പക്ഷെ അവരെ വില അവർ കീപ്പ് ചെയ്തോണം. കാരണം കേരളത്തിന് ഏറ്റവും നമ്പർ 1
ഗെയിം ഡെവലപ്പിംഗ് ആൻഡ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒഫീഷ്യലി പ്രോട്ടോടൈപ്പേ പറയത്തുള്ളൂ. കാരണം ഇറ്റ്സ് ഗുഡ്. കാരണം അതിനകത്ത് അവർ പറയുന്ന ഓരോ മൈന്യൂട്ട് കാണും. ഞാൻ അവരെ 3 മണിക്കൂറത്തെ ഒരു കോഡിംഗ് സെക്ഷൻ കണ്ടു നോക്കണം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ പോകുന്നത്. അത്രയ്ക്ക് നന്നായിട്ടാണ് പറഞ്ഞു പോകണേ. പക്ഷെ നിങ്ങൾ കണ്ടു നോക്കുക. ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ആണെങ്കിൽ ഫ്രീ ആക്കാവുന്ന സമയത്ത് കണ്ടു നോക്കുക. യൂട്യൂബിൽ ഫ്രീ ആണ്, അത് പോയി കണ്ടു നോക്കുക. ഇതൊക്കെ നമ്മളെല്ലാം നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും നമ്മളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഒരിക്കലും പറയണം. നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് വേണോ പഠിക്കാം. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇനി ശ്രീരാമന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾ ക്ലാസ്സിന്റെ ആരോഗ്യത്തെ ടെൻഷൻ ആവട്ടെ. നിങ്ങൾക്ക് ക്ലാസ്സും കാണും, നിങ്ങൾക്ക് എക്സാമും കാണും, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ട് നിങ്ങളോട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അത് നമ്മൾ ഷുവർ ആയിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? അതെ അതെ അതെ. പിന്നെ പിന്നെ വേറൊരു കാര്യമല്ല, നിങ്ങൾ എന്തായാലും ഹാക്വിൽസിൽ ഉള്ളവരായിരിക്കും. ഹാക്വിൽസിനകത്തൊരു റെക്കോർഡ് വീഡിയോ വന്നപ്പോൾ നമ്മളെ കറക്റ്റ് സ്വഭാവം മനസ്സിലാക്കി. പക്ഷെ നമ്മൾ പറയേണ്ടിടത്ത് അത് പറയും. അത് ഏതായാലും നിങ്ങളായപ്പോലും അങ്ങനെയാണ്. സോ അത് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആഗ്രഹം. കാരണം ഇതിനകത്ത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു സച്ചിതാണെന്നൊന്ന് പറഞ്ഞത് തിരിച്ച സാർ എന്റെ അലം പറഞ്ഞതാ കേട്ടോ. ഞാൻ എന്താ പറയാണ്, ഫണ്ണിയായിട്ട് പറയാണ്, വഴക്ക് പറയണത് പറഞ്ഞായിരുന്നു. എടാ സച്ചിതേ, ഞാനിവിടെ വഴക്ക് പറയണതല്ല. എന്റെ സംസാരത്തിന്റെ സൗണ്ട് ഇങ്ങനെയാണ്. സംസാരിക്കുമ്പോ എല്ലാരും പറയണത് ഞാൻ ഇങ്ങനെ ദേഷ്യം. പക്ഷെ നീ ഒന്ന് എന്റെ അടുത്ത് നേരിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അലടുത്ത് ചോദിച്ചു നോക്കും ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോ എന്റെ സൗണ്ട് എങ്ങനെയാണെന്ന്. ലൈക്ക് അങ്ങനെയൊന്നുമല്ല, എന്റെ ഹൈ പിച്ചുള്ള സൗണ്ട്. അപ്പം കേൾക്കുമ്പോ അങ്ങനെ ഒരു ഇതുണ്ട്. അത് നിങ്ങൾക്ക് തോന്നണം. എല്ലാരും വിചാരിക്കും ഞാൻ ദേഷ്യത്തോടെ സംസാരിക്കണമെന്നാണ് വിചാരിക്കുള്ളൂ. പക്ഷെ അലന്റെ ഒക്കെ ഒരു സ്വീറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അത് തോന്നാത്തത്. ഓക്കെ, അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തായാലും ഇറങ്ങിയാണ്, എനിക്ക് കുറച്ച് അതുകൊണ്ട് എന്തായാലും അല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു. അല്ല അല്ല, ഒരു കാര്യം കൂടെ എടാ, പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആണ് ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്ക് നാളെ മുതൽ ഇനി അടുത്ത ഇന്ന് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ നാളെ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ റെഗുലർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മൾക്ക് ഇതിനകത്ത് മെയിൻ ഞാൻ പറഞ്ഞില്ല ഒരു പുള്ളിയുണ്ട്, ആ ഒരു പ്രീ റെക്കോർഡ് മാത്രം കാണുന്ന ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ അവ എന്തായാലും അവ ഇറങ്ങിയപ്പോ ഇനിയിപ്പം നിങ്ങൾക്ക് ക്ലാസ് വൈസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായല്ലോ. അപ്പൊ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പൊ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോ അപ്ലോഡ് ചെയ്യും. ഒന്ന് 9ഉം 10ഉം അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ രണ്ടും കാണുക കേട്ടോ. ചിലപ്പോ അല്ല ഇതിന്റെ അകത്ത് അത് പറയണ മുമ്പേ അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. കാരണം പ്രീ റെക്കോർഡ് ക്ലാസ്സിനകത്ത് നേരത്തെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. കാരണം മെയിൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. കാരണം പ്രാക്ടിക്കലാണ് ആ പ്രീ റെക്കോർഡിലെ ഏറ്റവും വലിയ മെയിൻ കാര്യമാണ് നോക്കിയാൽ മനസ്സിലാവണം. കാരണം തിയറി നിങ്ങൾക്ക് ഓഫീഷ്യലി നിങ്ങൾക്ക് പെട്ടെന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു പോയാലേ ചെയ്യത്തുള്ളൂ. അത് അങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് അത് പ്രാക്ടിക്കലാണ് കുറച്ച് കഴിയുമ്പോൾ. കാരണം നമുക്ക് സൈബർ സെക്യൂരിറ്റിയുടെ ഈ യൂണിറ്റിക്കൽ ഹാക്കറിൽ എല്ലാവർക്കും ഇഷ്ടം ഈ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രാക്ടിക്കൽ കഴിച്ചാണ്. തിയറിയൊക്കെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പഠിച്ച സമയത്ത്. പക്ഷെ കേട്ടല്ലേ പറ്റൂ, പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ ലൈക്ക് അതിനകത്ത് നിങ്ങൾക്ക് ബേസിക് കമാൻഡ്സ് ഇപ്പോഴും ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ വീണ്ടും സ്കിപ്പ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ 1000 കോഴ്സ് എടുത്ത സ്റ്റുഡൻസിനാണെങ്കിൽ പോലും ചോദിക്കുക. ബേസിക് കമാൻഡ്സിന്റെ ആണെങ്കിൽ ഒരു PDF ആണെങ്കിൽ അതായിട്ട് എത്ര ചോദിച്ചോ. ചേട്ടാ, അതെ, ഈ റെക്കോർഡർ ക്ലാസ്സസിൽ നമുക്ക് ഇപ്പൊ ഈ തിയറി ഭാഗം വരുന്നത് 4ാമത്തെ ക്ലാസ്സിലാണ്. അതില് വരണ്ടേ നമുക്ക് വയർ ഷാർക്ക് ഇൻസ്റ്റാൾ എന്താ പറയണേ. പക്ഷെ ഇവിടെ ലൈവില് വരുമ്പോ ഇപ്പൊ മറ്റേ ഇതാണ് മെറ്റാസ്പ്ലോയിറ്റ് ആണ്. എടാ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീ റെക്കോർഡഡ് ക്ലാസ് ആ ഒരു സ്ട്രക്ചർ ഓർഡറിലാണ് പോകുന്നത്. ലൈവ് ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാ, നിങ്ങളുടെ ഒരു രീതി, നിങ്ങളുടെ ഒരു കംഫർട്ട് നോക്കി നമ്മൾ കൊണ്ടുപോകുന്ന സാധനമല്ലടാ ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ ഡെയിലി നടക്കുന്ന എന്താണ് അതനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പോകുന്നതാണ് ലൈവ് ക്ലാസ്. പ്രീ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ട്യൂട്ടറും തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല. പുള്ളിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊഡ്യൂള് അല്ലെങ്കിൽ ആ ഒരു സാധനം
അത് എടുത്ത് കൊടുക്കലാണ് പ്രീ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത്. ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കംഫർട്ട് എന്താണ്, അതൊക്കെ അറിഞ്ഞ് ക്ലാസ് എടുക്കുന്നതാണ് പ്രീ റെക്കോർഡഡ് ക്ലാസ്. പക്ഷേ അല്ല, ലൈവ് ക്ലാസ്. ഇപ്പോൾ പ്രീ റെക്കോർഡ് ക്ലാസ്സിനകത്ത് ആ ഒരു മൊഡ്യൂളിൽ ആ ചാപ്റ്റർ വയർഷാർക്ക് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലൈവ് ക്ലാസ്സിൽ എങ്ങനെയാണ്, നിങ്ങൾ നെറ്റ്വർക്ക്, സെക്യൂരിറ്റി, ലിനക്സ് ഒക്കെ ഒന്ന് പരിചയം വന്ന ശേഷം നമുക്ക് പതിയെ വൈഫൈയുടെ സെക്ഷൻ എത്തുമ്പോൾ സിഗ്നൽസ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വയർഷാർക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വയർഷാർക്ക് എടുക്കാത്തത്. അപ്പം ഞാൻ ചോദിക്കാൻ വന്നു വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാളി ലിനക്സിന്റെ പ്രശ്നം വന്ന് കിടപ്പുണ്ടോ? IP അഡ്രസ് കാണുന്നില്ല, ബ്രിഡ്ജഡ് നാറ്റ് ഇട്ടിട്ടൊന്നും നെറ്റ് കണക്ട് ആവുന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നവരുണ്ടോ? എനിക്കുണ്ട്, നിഷാമിനുണ്ട്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കൊക്കെ മെറ്റാസ്പ്ലോയിറ്റബിളും കിട്ടുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം നേരിട്ടോ ലിനക്സിൽ? എടാ, അതായത് ലിനക്സ് യൂസ് ചെയ്യുമ്പോൾ IP അഡ്രസ് കാണിക്കുന്നില്ല, നമ്മുടെ IP അഡ്രസ് കാണിക്കുന്നില്ല. അതിപ്പോൾ ബ്രിഡ്ജഡ് അഡാപ്റ്ററിൽ നിന്ന് നാറ്റ് ഇട്ടാലും ബ്രിഡ്ജ് ഇട്ടാലും എന്തിട്ടാലും IP അഡ്രസ് കാണിക്കുന്നില്ല, നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രശ്നം വേറെ ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത IP അഡ്രസ് കാണാത്ത അനുഗ്രഹനും ഉണ്ടല്ലേ? ഒറാക്കിള്. എടാ, ഇത് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ ഞാനത് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാ പോരെ? ഞാൻ കാണിച്ചു തരാം. ലിനക്സ് റൺ അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എവിടെയാ കിടക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല, ഏത് നെറ്റ്വർക്ക് എന്താ കിടക്കുന്നത്. ഞാൻ കാരണം ChatGPT ഒക്കെ നോക്കിയിട്ട് കുറെ ഫിക്സ് ചെയ്യാൻ നോക്കിയായിരുന്നു. താല്പര്യമുള്ളവന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു, അവന്റെ പാസ്വേഡ് യൂസർ നെയിം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധൈര്യമുള്ള ചാലഞ്ച് ഒന്നും നോക്കണ്ട. ഇതിപ്പോ നോക്കണേ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന IP അഡ്രസ് കാര്യമാക്കണ്ട, ഇത് ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററിന്റെ IP അഡ്രസ് ആണ്. ഇത് വെറുതെ നമുക്ക് ഒരു ഉപകാരമൊന്നും ഇല്ലാത്തൊരു IP അഡ്രസ്. എനിക്ക് മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. എനിക്കിത് വെച്ചാൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതുണ്ടോ, എൻ്റെ 80 ഇവിടെയും നെറ്റ്വർക്ക് IP അഡ്രസ് ഒന്നും കാണിക്കുന്നില്ല. ഇനി എൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെൻ്റെ മെറ്റാസ്പ്ലോയിറ്റൊക്കെ അബോർട്ടായി പോയി. മെറ്റാസ്പ്ലോയിറ്റ് റൺ ആവുന്നൊന്നുമില്ല എനിക്കിപ്പോൾ. അത് അങ്ങനെയാണ്, ഭയങ്കര അബോർട്ടിങ്. അത് എന്താണെന്നും എനിക്ക് ചില സമയം ഞാൻ വീണ്ടും റീഇൻസ്റ്റാൾ പിന്നെ വേറൊരു കാര്യം പറയാം. നിങ്ങളെ റെക്കോർഡ് ക്ലാസ് ഷൂട്ട് ചെയ്യണത് ശ്രീരാമാണ് കേട്ടോ. നിങ്ങൾക്ക് അതിപ്പോ മറ്റേ പോകുന്ന വാഷാക്കിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ പ്രീ റെക്കോർഡ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്പറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടാവുമല്ലോ. കേക്കുന്നില്ല. അതാ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നേ. എടാ, ഇത് ഇത്രയും ദിവസവും കുഴപ്പമില്ലായിരുന്നു. ഇത്രയും നാൾ ഇത് വെച്ച് തന്നെ റൺ ചെയ്തോണ്ടിരുന്നേ. പെട്ടെന്ന് ഒരു ദിവസം IP അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. എന്നാലും ആവുന്നു. എടാ, ഇത് പറഞ്ഞില്ല, ഇത് എന്റെ മാത്രം പ്രശ്നമല്ല. അതെ, നിഷാമും അനുഗ്രഹം എല്ലാത്തിനും സെയിം പ്രശ്നമാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു വെർച്വൽ ബോക്സിന്റെ ലേറ്റസ്റ്റ് വെർഷൻ. അതേതാ വെർഷൻ ചോദിക്കണേ, തപ്പി നോക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എനിക്ക് അഡാപ്റ്ററിലേക്ക് മാറ്റിയപ്പോ വേർഷനിലെ പ്രശ്നമായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് വെർച്വൽ ബോക്സ് പുതിയ വേർഷൻ കയറ്റിയത്. അപ്പൊ എനിക്ക് റെഡി വന്നു, അതില് നെയിമും കാര്യങ്ങളും വന്നു.